കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് തെയ്യത്തെക്കുറിച്ചാണ്. ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ തെയ്യം എന്ന് പറയുമ്പോൾ അതിനൊരു ജനകീയ സ്വഭാവമുണ്ട്. അത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ തന്നെ എടുത്താൽ മതി. അവിടെ ലോകത്തുള്ള ഏത് മനുഷ്യർക്കും ജാതിയോ മതമോ ഒന്നുമില്ലാതെ എപ്പോൾ ചെന്നാലും ആശ്രയമായ ഒരു ദൈവമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. അത് ആ മുത്തപ്പൻ മടപ്പുരയിൽ അരനൂറ്റാണ്ട് കാലമായി കോലധാരിയായ ശ്രീ ബാലകൃഷ്ണ പെരുവണ്ണാൻ്റെ സക്സസ് സ്റ്റോറി ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളെ കൂടുതൽ അത് ബോധ്യപ്പെടുത്തി. എന്നാൽ തെയ്യം അതൊരു കലയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കല്പം എന്താണ്, അതൊരു അനുഷ്ഠാനമാണോ? ഇത്തരം കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. തെയ്യങ്ങൾ തമ്മിലുള്ള ചെറിയൊരു അടിപിടിയും നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിരുന്നു. തെയ്യത്തിൻ്റെ പല തെയ്യങ്ങളുണ്ട്. അതിനകത്ത് മാപ്പിള തെയ്യവും മുക്രി തെയ്യവും ഉമ്മച്ചി തെയ്യവും അങ്ങനെ പലതാണ്. അപ്പോൾ അതെന്താണ് ഈ തെയ്യം? അതൊരു അനുഷ്ഠാനമാണോ, കലയാണോ? ഇത് ലോകം മുഴുവൻ എത്തേണ്ട ഒരു കലാരൂപമാണെന്ന് പറയുന്ന ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണാം. എന്നാൽ ഇത് തെരുവിൽ അവതരിപ്പിക്കേണ്ട ഒന്നല്ല എന്ന് ആവർത്തിച്ചു പറയുന്ന മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ തെയ്യത്തെക്കുറിച്ചുള്ള ഒരു സഞ്ചാരം, അതേക്കുറിച്ച് അറിയാനുള്ള ഒരു ശ്രമം നേർരേഖ നടത്തുകയാണ്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നും മൂന്ന് പ്രമുഖരാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഫോക്ലോർ അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ AV അജയകുമാർ, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനും ഗവേഷകനുമായ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട്, അരനൂറ്റാണ്ട് കാലമായി പറശ്ശിനിക്കടവ് മടപ്പുരയിൽ കോലധാരിയായ ബാലകൃഷ്ണ പെരുവണ്ണാൻ. മൂന്ന് പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും ശ്രീ അജയകുമാറിൽ നിന്ന് തുടങ്ങാം. ശ്രീ അജയകുമാർ, നമുക്ക് സത്യത്തിൽ ഈ തെയ്യം അതൊരു കലയാണോ, അനുഷ്ഠാനമാണോ? അത് തന്നെയാണ് എൻ്റെ ആദ്യ ചോദ്യം. പ്രിയപ്പെട്ട നവാസിൻ്റെ ചോദ്യം വളരെ ഉപരിപ്ലവമായാണ് തെയ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം തെയ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തെയ്യം ഇറ്റ്സ് എ നേറ്റീവ് റിലിജ്യൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. തെയ്യം ഒരു പ്രാദേശിക മതമാണ്. തെയ്യം തന്നെ ഒരു പ്രാദേശിക മതമാണെന്നാണ് പറഞ്ഞത്. തെയ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ, തെയ്യം സിംഗുലർ അല്ല, ഏകവചനം അല്ല, അത് ബഹുവചനവും ബഹുരൂപിയാണ്. തെയ്യത്തിൽ മിത്തുകളുണ്ട്, തെയ്യത്തിൽ മരിച്ചുപോയവരുണ്ട്, ആത്മാഹുതി ചെയ്യപ്പെട്ടവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്, അവരുടെയൊക്കെ റിപ്പൾഷനുകളുണ്ട്. അതായത് ദേവതയുടെ ആരാധനക്കപ്പുറം ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന പെറ്റും പിറപ്പും മുതൽ അതിൻ്റെ വളർച്ചയും സഞ്ചാരവും അതിൻ്റെ ആരാധനയും ഒക്കെ കൂടിയതാണ് തെയ്യം എന്ന് പറയുന്നത്. എപ്പോൾ തുടങ്ങി എന്നുള്ളതിന് കൃത്യമായ ബോധ്യങ്ങളില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ ആരാധനാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തെയ്യത്തിൻ്റെ നിലനിൽപ്പ്. അത് പലപ്പോഴും അനുഷ്ഠാനം തന്നെയാണ്. ഒരു ഫ്യൂഡൽ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ കൂടി അതിനെ കാണണം. ഒരു ഭരതനാട്യം കാണുന്നത് പോലെയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നൃത്തം കാണുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു നാടകം കാണുന്നത് പോലെയോ തെയ്യത്തിൽ ഇതൊക്കെ ഉണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നത് തെയ്യത്തെക്കുറിച്ച്. തെയ്യം ഒരു കലാരൂപമാണെന്നും ലോകം മുഴുവൻ അത് എത്തണം, അതൊരു കലയായി. ഞാൻ അവിടത്തേക്ക് വരാം. തെയ്യത്തിന് അവിടത്തേക്ക് വരാം. സ്വാഭാവികമായി കേവല കലയും അനുഷ്ഠാന കലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യൻ്റെ ജീവിതവുമായി ഏറ്റവും ഒട്ടി നിൽക്കുന്ന, ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ, അതേസമയം സാന്ത്വനത്തിൻ്റെ, തലോടലിൻ്റെ, എപ്പോഴും നന്മ മാത്രം വരണമെന്ന് മാത്രം ആശീർവദിക്കുന്ന ഒരു ദേവസങ്കല്പത്തിന് അപ്പുറമുള്ള ആർട്ടിസ്റ്റിക്കൽ ഫോർമേഷൻ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. തെയ്യത്തെ ഫിക്സ് ചെയ്യുന്നത് ചെറക്കൽ തമ്പുരാനാണ്. ഇങ്ങനെ ആവണം തെയ്യമെന്ന് തീരുമാനിക്കപ്പെടുന്നതിന് വേണ്ടി ഇവരുടെ കുലത്തിൽ തന്നെ, ബാലകൃഷ്ണ പെരുവണ്ണാൻ്റെ കുലത്തിൽ തന്നെ പെട്ട മണക്കാട് ഗുരുക്കളെ കരുവള്ളൂരിൽ നിന്ന് ചെറക്കലേക്ക് വരുത്തുകയും അവിടെ ചെറക്കലേക്ക് വരുത്തിയിട്ട് ഒരു ചിട്ട ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 140 തെയ്യങ്ങൾ. ആദ്യം 37 വരെ ഉണ്ടാക്കി, പിന്നെ പോരാന്നുള്ളതുകൊണ്ട് 4 പേർക്കും കൂടി കൊടുത്തു. അതിൽ 4 എണ്ണത്തിന് കെട്ടിക്കോലങ്ങളില്ല. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ പോലും ഇതിനപ്പുറം 700-800 തെയ്യങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ്സ് എ നേറ്റീവ് റിലീജിയൻ എന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ നവാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാപ്പിള തെയ്യം ഉണ്ടാകുന്നു, ഒരു ക്രൈസ്തവ തെയ്യത്തെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ട് മത ബൈഫർക്കേഷൻ്റെ പ്രശ്നം, അതായത് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസ് എന്ന് പറയുന്ന ഇപ്പോൾ ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ്, ഹിന്ദു, ബഹായി, ഇസ്ലാമിക് എന്ന് പറയുന്നതിൽ ഇസ്ലാമിസവുമായിട്ട് മാത്രമാണ് തെയ്യത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അതുകൊണ്ട് അവരൊക്കെ ഇവരുടെ ഇടയിൽ ജീവിച്ചു പോയവരാണ്. മരിച്ചുപോയി ചത്ത കോലങ്ങൾ എന്ന് പറയും. അതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സങ്കീർണമായ പ്രശ്നം കിടക്കുന്നത്.
നവാസിൻ്റെ ചർച്ച ഒരുപക്ഷെ അവിടെ എത്തുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാം. നമുക്കൊന്ന് തിരിച്ചു വരാം. ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട്, എൻ്റെ ആ ചോദ്യം തന്നെ താങ്കളോട് ആവർത്തിക്കുന്നു. ഇതൊരു കലയാണ്. ഇപ്പോൾ കല എന്ന നിലക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും തെയ്യം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. തെയ്യം കലാരൂപമാണെന്ന് പല മേഖലകളിലും പറയുകയും വിദേശികളുടെ മുന്നിൽ, വിദേശികൾ പ്രത്യേകിച്ച് ആരാധനാഭാവത്തോടു കൂടി ഇതിനെ കാണുക. ഈ പറയുന്ന പോലെ തന്നെ അനുഷ്ഠാനവും ആരാധനയും ദൈവിക സങ്കല്പവുമാണെങ്കിൽ വിദേശികൾക്ക് മുന്നിൽ അവരൊരു പ്രാർത്ഥനാ മനസ്സോടെയല്ല, അവരൊരു കല ആസ്വദിക്കുന്ന പോലെ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നവാസിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ വരുമ്പോഴാണ് പഞ്ചഭൂതാത്മക പ്രകൃതി തന്നെയാണ് തെയ്യം. പ്രത്യേകിച്ച് നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു താഴ്വാരത്തിന് ബലക്ഷയമുണ്ടായ ഒരു കാലം കൂടിയാണ്. അതായത് പ്രകൃതി ദുരന്തം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായ പുരോഗതിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന സംഭവിക്കുന്നത്. പക്ഷെ അത് തന്നെയാണ് തെയ്യത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരതീയരത് കൃത്യമായിട്ട് ഭാരതീയരുടെ കല അനുഷ്ഠാനാണ്. ഭാരതീയ കലാനുഷ്ഠാനം ഭാരതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കലയല്ലല്ലോ, ഇതൊരു അനുഷ്ഠാനം അല്ലല്ലോ. ഞാൻ പറഞ്ഞത് മലബാറിന് സ്വന്തമായിട്ട് ജില്ലയിൽ പോയ തെയ്യം നിങ്ങൾ കാണോ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത്, ഞാൻ ആർട്ടും പിന്നെ തെയ്യത്തെ അനുഷ്ഠാനാണോ കലയാണോ ആണെന്ന് ചോദ്യം. ഞാൻ പറയുന്നത് ഭാരതീയരുടെ എല്ലാ പിന്നെ കലയും, കല എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഷ്ഠാനം തന്നെയാണ്. അനുഷ്ഠാനത്തിൽ നിന്നാണ് ഭാരതീയരുടെ നാടൻ കലയും ക്ലാസിക് കലയും ഒക്കെ ഈ അനുഷ്ഠാന മുദ്ര. അല്ല സഞ്ജീവൻ, അങ്ങനെയാണെങ്കിൽ ഒരു കലയാണ് ഇതെങ്കിൽ അത് അവതരിപ്പിച്ചപ്പോൾ താങ്കളുടെ പിതാവ് CMS തന്തേര അതിനെതിരെ പ്രതിഷേധിച്ചു. തീർച്ചയായും അത് കലയാണെങ്കിൽ പിന്നെ അതിനെതിരെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല, അത് ആസ്വദിക്കാൻ. 64 കലകളിൽ ഒന്നാണ് തെയ്യം. 64 കലാ സമ്പ്രദായങ്ങളുണ്ട്. ഈ സമ്പ്രദായങ്ങളെ അകത്തവതരിപ്പിക്കുന്നത് പുറത്തവതരിപ്പിക്കുന്നത് എന്ന രീതിയിൽ വ്യത്യസ്തതയുണ്ട്. അവിടെയാണ് തെയ്യത്തിന്റെ പ്രസക്തി. മേലോകത്തിരിക്കുന്ന ചൈതന്യത്തെ തോറ്റം പാടി വരവിളിച്ച് ആവാഹിച്ച് പീഠത്തിൽ പ്രതിഷ്ഠ നടത്തി ആ പ്രതിഷ്ഠയിൽ നിന്ന് കോലക്കാരനിലേക്ക് ആവാഹിച്ച് തെയ്യമാകുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ അനുഷ്ഠാന നിർമ്മിതിയാണ്. ആ കലയായിട്ട് ബന്ധമില്ലാന്ന് പറയണം. കല എന്ന് പറയുമ്പോൾ അല്ല, കല എന്ന് ഈ കലാകാരൻ സഞ്ജീവൻ കലാകാരൻ കല എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ആസ്വദിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്ന സംഭവത്തിലല്ലേ കല വരുള്ളൂ. നിങ്ങൾ പറയുന്നത് കല പാശ്ചാത്യ സങ്കല്പത്തിൽ കലയുടെ നിർവചനം വച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരിസ്റ്റോട്ടിൽ പോലും കലയെ പറയുമ്പോൾ കലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് ഒരു കല, ഒരു ട്രാജഡി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന എന്ത് എന്ന് ചോദിക്കുന്നു വിമലീകരണം, വികാര വിമലീകരണം നടത്തുന്നതാണ് കല. വികാര വിമലീകരണം തന്നെയാണ് ഒരു തെയ്യക്കാരന്റെ മുമ്പിൽ ഒരു കോലക്കാരൻ തെയ്യമായി മാറുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഉൾവിളി, ഒരു എന്തോ ഒരു അനുഭൂതി. ആ അനുഭൂതി എന്തിന് എല്ലാ കലയാണെന്ന് പറയാൻ കാരണം ആ അനുഭൂതിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉൾവിളിയാണ് വരവിളിയായി ഉറഞ്ഞാട്ടമായിട്ട് വരുന്നത്. സാധാരണക്കാരൻ, ഞാൻ അതിനകത്തേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ബാലകൃഷ്ണ പെരുവണ്ണാനോടൊരു ചോദ്യം, ഇദ്ദേഹത്തോട് അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇത് ഒരു കലയാണോ അനുഷ്ഠാനമാണോ? ഇപ്പോൾ നവാസ് പറഞ്ഞത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ ഒരു 10-50 വർഷത്തെ പിന്നെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. തെയ്യം കലയാണോ അല്ലെങ്കിൽ വേറെ ഒരു മതചിഹ്നങ്ങളും അതിനെക്കുറിച്ചൊന്നും ഇത്തരം ഒരു ചോദ്യം ഉയരില്ല. കാരണം എന്താ, അതൊക്കെ സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ടുവരുന്ന ഓരോ മതങ്ങളും. എനിക്ക് പറയാം, മറ്റു മതങ്ങളുടെ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവരുടെ സ്വകാര്യ സ്വത്താണ്. ഇത്ര ധൈര്യത്തിൽ വന്നിരുന്ന ഒരു പക്ഷേ ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല മറ്റ് മതങ്ങളുടെ ഒരാചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഇങ്ങനെ വന്നിരുന്ന ഒരു പൊതുവേദിയിൽ പോലും ചിലപ്പോൾ ചർച്ച ചെയ്താൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. തെയ്യത്തെ മനുഷ്യൻ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്വഭാവം തന്നെ അതിനൊരു സുഖമുള്ള സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഉയരുന്നത്. അപ്പോൾ തെയ്യം എന്ന് പറയുമ്പോൾ ക്ഷേത്ര കലയല്ല തെയ്യം. ക്ഷേത്ര കലയായ തുള്ളക്കളി, അതുപോലെ കഥകളി, പടിയണി, ഇതുപോലുള്ള പിന്നെ കലകൾ ക്ഷേത്ര കലകളാണ്. കളിയാട്ടം, തിറ, തെയ്യം ഇതെല്ലാം ഒരേ കാറ്റഗറി തന്നെ. അത് അതിലേക്ക് വരാം. അപ്പോൾ തെയ്യം അതിനേക്കാളും മേലെയാണ് തെയ്യം. തെയ്യം ക്ഷേത്ര കലയല്ല, ക്ഷേത്രത്തിലെ ഒരു അനുഷ്ഠാന കളിയാണ്. നാം ആരാധിക്കുന്ന, നാം ഉപാസിക്കുന്ന ദൈവത്തിൻ്റെ മൂർത്തീഭാവമാണ് തെയ്യം. അത് തെയ്യം പ്രതിപുരുഷനല്ല, ശരിക്കും സ്വരൂപം തന്നെയാണ്.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെയ്യത്തോട് ഈ ഭക്തജനങ്ങൾ സങ്കടം പറയുകയും ആവലാതികളൊക്കെ പറയുകയും അതനുസരിച്ചിട്ട് അനുഗ്രഹം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് തെയ്യത്തെ ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ തെക്കൻ കേരളത്തിൽ ആരാധനാ സമ്പ്രദായം, ബിംബപ്രതിഷ്ഠ, അതുപോലെ ഉത്സവാദികളിലെ വൈദിക സമ്പ്രദായത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണ് തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ വടക്കേ മലബാർ ചെന്ന് കഴിഞ്ഞാൽ വടക്കേ മലബാറിൻ്റെ തനതായ ഒരു ആരാധനാ സമ്പ്രദായ രീതിയാണ് തെയ്യം. തെയ്യത്തിലൂടെയാണ് തെയ്യം തന്നെയല്ലേ കളിയാട്ടവും അത് പറയാം. അപ്പോൾ തെയ്യത്തിലൂടെയാണ് ഈ ഭക്തജനങ്ങൾ ദൈവത്തെ കാണുന്നത്. അപ്പോൾ അത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ പരശുമടപ്പിലൊരു നിത്യേനോ ഈ ആരാധിക്കുന്ന ദൈവം ജനങ്ങളിലേക്ക് വരുമെന്ന്. അത് ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉരിയാടവും തെയ്യത്തിൻ്റെ ഒരു ഘടകങ്ങൾ. ഈ വ്രതം, അനുഷ്ഠാനം, പാരമ്പര്യം, ഇതൊക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ്. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടും ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടും ഇത് കർമ്മം ചെയ്താൽ മാത്രമേ ആ തെയ്യക്കാരൻ വിശ്വസിക്കുന്ന ഉപാസിക്കുന്ന മൂർത്തി അവൻ്റെ ദേഹത്തിലേക്ക് സംശീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവൻ്റെ ദേഹത്തിലേക്ക് ഈ വ്രതത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മന്ത്രോച്ചാരണത്തിനും കൂടിയും അടിസ്ഥാനത്തിൽ ഈ തെയ്യം ദേഹത്തിലേക്ക് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഉരിയാടുകയും അനുഗ്രഹം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ദൈവീകമായ ഒരു പ്രവേശനം ദേഹത്തേക്ക് വരുന്നുണ്ട് എന്ന് തീർത്തു പറഞ്ഞു. അജയ് മാഷ്, അങ്ങനെയാണ് പൊതുവെ കണ്ണൂരുകാർ എ വി അജയ് മാഷ് വിളിക്കുന്നത്. അപ്പോൾ അജയ് മാഷ് അപ്പോൾ അതാണ് പെട്ടെന്ന് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യം ഇപ്പം അവസാനം ബാലകൃഷ്ണൻ പെരുവണ്ണാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഈ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു മനുഷ്യരിലേക്ക് ദൈവം പ്രവേശിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അതിലൂടെയാണ് അദ്ദേഹം ഈ ഭക്തരോട് സംവദിക്കുന്നതെന്ന്. അത് ഒരു വിശ്വാസിയുടെ കണ്ണിൽ, അല്ലെങ്കിൽ താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ സാധനം കാണുന്നത്. ഞാൻ നേരത്തെ സഞ്ജീവൻ സംസാരിച്ചപ്പോൾ അതിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, എപ്പോഴാണ് ക്ഷേത്ര സ്വഭാവം തെയ്യങ്ങൾക്കുണ്ടായത് എന്നുള്ളതാണ്. പണ്ട് ക്ഷേത്ര സ്വഭാവം ഉണ്ടായിരുന്നില്ല. 100%. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തറയുടെ മുന്നിൽ ഒരു കല്ല് വെക്കുക, ആ കല്ലിൻ്റെ മേലേക്ക് ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ അവരുദ്ദേശിക്കുന്ന ആളെ ആരെയാണോ മനസ്സിൽ കാണുന്നത്, ചിലപ്പോൾ മുത്താർ മൂപ്പൻ മുതൽ ഇങ്ങോട്ടേക്ക് ആരും വരാം. എത്ര തെയ്യങ്ങൾ ഉണ്ടാവും മൊത്തം? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ പേരിൽ 850 തെയ്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 850 തെയ്യങ്ങൾ. പക്ഷേ പൊതു സ്വഭാവം ഒന്നാണ്. മണക്കാടൻ ഗുരുക്കൾ എന്ന് പറയുന്ന വളരെ മനീഷിയായിട്ടുള്ളൊരു മനുഷ്യനോടുണ്ടാകുന്ന എല്ലാ ബഹുമാനവും, ആ നിലവിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബേസിക് ക്രാഫ്റ്റ്, വീരൻ എങ്ങനെയായിരിക്കണം, ഭഗവതി എങ്ങനെയായിരിക്കണം, തായ്പരദേവത ഗ്രൂപ്പിൽ വരുന്നവരെങ്ങനെയായിരിക്കണം, കാരണം സപ്തമാതൃക്കൾ മുഴുവൻ കെട്ടിയടപ്പെടുന്നത്, അങ്ങനെ വളരെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്തു വെച്ച് ആ ഒരു ഘടനയിൽ നിന്ന് ഇന്നും തെയ്യത്തിന് മോചനം ഉണ്ടായിട്ടില്ല. അതിനൊരു ബേസ് ഉണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന സിദ്ധാന്തങ്ങൾ മുഴുവൻ സഞ്ജീവൻ ഇപ്പോൾ അരിസ്റ്റോട്ടലിയൻ തിയറി മുതൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഭാരതത്തിൻ്റെ കലകളും 64 തെയ്യം എന്ന് പറയുന്നതിനൊക്കെ എനിക്കെതിരെ പറയുന്നുണ്ട്. പക്ഷെ അത് മറ്റൊരു ഡിസ്കോസസിൻ്റെ ഭാഗമാണ്. അതിലെനിക്ക് ചോദിക്കാനുള്ളൊരു പ്രശ്നം, വരവിളിച്ച് എൻ്റെ ഭഗവതിയെയോ ഭഗവാനെയോ ഒരു മരത്തണലിലിരുത്തി കൊണ്ടുവന്ന പോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം കൊടുത്തിട്ട് അവരിങ്ങോട്ട് വിടുകയാണ്. അവിടെ അവിലോ മലരോ നെയ്യോ പശു നെയ്യ് പ്രാപ്യമാവുന്നത് എപ്പോഴാണ് എന്ന് മാത്രം കേരളത്തിൻ്റെ സോഷ്യൽ സിറ്റുവേഷൻ വെച്ച് ആലോചിച്ചാൽ മതി. കേരളം വേണ്ട, കോരപ്പുഴ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ മാത്രം എടുക്കുക, അവിടെയാണ് തെയ്യമുള്ളത്. അതിനപ്പുറം പോയാൽ അത് കോലങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് പോയാൽ കോരപ്പുഴക്ക് അപ്പുറം പോയാൽ തെറയാണ്. അത് കഴിഞ്ഞ് മലപ്പുറത്ത് എത്തുമ്പോഴും തെറയുണ്ടാകുന്നുണ്ട്. തെറയുടെ രൂപവും ഭാവങ്ങളും മുഴുവൻ മാറുകയാണ്, വെറും മുടിയിലേക്ക് മാത്രം മാറുകയാണ്. അവിടുന്ന് അപ്പുറത്തേക്ക് പിന്നീട് കടക്കുമ്പോൾ വള്ളുവനാട് കടന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും രൂപങ്ങൾ മാറി മാറി വരിക. തൃശ്ശൂർ എത്തുമ്പോഴേക്കും പുലികളിയിലേക്കും അതേപോലെ തന്നെ കുമ്മാട്ടിയിലേക്കും പോവാം. അവിടുന്ന് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 800 മുഴുവൻ. ഞാൻ തെയ്യം മാത്രം ഈ പറഞ്ഞ അതിനകത്ത് ഈ പൊട്ടൻ തെയ്യം അല്ല. അതിനകത്ത് എല്ലാവരും പൊട്ടൻ ഒരാൾ മാത്രമാണ്. പക്ഷെ പൊട്ടൻ വരുമ്പോൾ 3 തെയ്യങ്ങളുണ്ട് എന്ന് പലർക്കും അറിയില്ല. നിങ്ങളെ കൊത്തിയാലും അതിലൊക്കെ എനിക്ക് വളരെ വളരെ ഈ ഗവേഷകരോട് പോലും വളരെ പുച്ഛം തോന്നിക്കൊണ്ടിരിക്കുന്ന ചില ഘട്ടങ്ങളാണ്. കൂർമൽ എഴുത്തച്ഛൻ എഴുതിയ തോറ്റത്തിലാണ് ഇത്ര സ്പെസിഫിക്കായി. കാരണം ആ കാലത്തെ അലങ്കാരൻ എന്ന് പറയുന്ന ഒരു മിത്ത് വേറെ ഉണ്ട്. നമുക്ക് അലങ്കാരൻ്റെ മിത്തുണ്ട്. അലങ്കാരൻ്റെ മിത്ത് വെച്ച് തന്നെ വേണം പൊട്ടൻ തെയ്യത്തെ കാണാനെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ ശങ്കരാചാര്യരുടെ മനുഷ്യ പഞ്ചകത്തെ തൊടാനൊന്നും ഞാൻ ആളല്ല. സംസ്കൃത പാരമ്പര്യം, വിദ്യാഭ്യാസം, കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. പിന്നീട് ബാലകൃഷ്ണൻ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം, ഇതിൽ നമുക്ക് ആധുനിക കാലത്ത്
പിന്നെ അഫിലിയേറ്റ് ചെയ്യാവുന്ന ഒരു തിയറി ഓഫ് അലീനേഷൻ എന്നാണ്. അത് ബ്രെക്റ്റിൻ്റെയാണ്. ഞാൻ അജയൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് അജയൻ മാഷാവുന്നത്, വീട്ടിൽ ഒരേ സമയം രക്ഷിതാവുകയും പുറത്ത് മാഷാവുകയും മറ്റൊരു വേദിയിലെത്തുമ്പോൾ വേറൊരാളാവുകയും ചെയ്യുന്നൊരു അലീനേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ. മറ്റൊന്ന്, ഫ്യൂഡലിസത്തിൻ്റെ കൃത്യമായ സ്ട്രക്ചർ ഇല്ലാതെ തെയ്യത്തിന് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബാലകൃഷ്ണനോട് ചോദിക്കാനുള്ള ചോദ്യം എന്തിനാണ് കഴിഞ്ഞ മാസം ഒരു 300 വെള്ളാട്ടം കെട്ടിയപ്പോൾ പെരുവണ്ണാൻ സംഘവും മലയൻ സംഘവും എന്തിനാണ് ഇത്രയേറെ വിളറി പൂണ്ടത് എന്ന് എനിക്കറിയണം. അത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ബാലകൃഷ്ണൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് പൊതു പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ ഇതിൽ ഇവർ പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് മുത്തപ്പൻ്റെ ഒരു ചൊല്ലിലുള്ളതാണ്. 4 കീറ്റോലയും 4 മട്ടക്കണയും ഉണ്ടെങ്കിൽ ഞാൻ എവിടെയും വരാം എന്നാണ്. 4 കീറ്റോലയും 4 മട്ടക്കണയും കൊണ്ടല്ല ദുബായിലേക്ക് തെയ്യം പോകുന്നത്. പിന്നെ യൂണിവേഴ്സലി ഇത് കലയായിട്ട് കാണണം. എന്തുകൊണ്ടാണ് കലയായിട്ട് കാണേണ്ടത്? കാവിൽ കെട്ടുന്ന തെയ്യങ്ങളോ കാവിൽ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളോ അല്ല പുറത്തേക്ക് പോകുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം തെയ്യം അവതരിപ്പിച്ചു. ഇതിലുള്ള പ്രശ്നം ഞാൻ ഏറ്റവും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പൈലറ്റായിട്ട് നമ്മുടെയൊക്കെ അഗ്രഗാമിയായിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട സഞ്ജീവന്റെ അച്ഛൻ CMS ചന്ദനമാഷുമായി പലപ്പോഴും വേദി പങ്കിടുക മാത്രമല്ല അത്രയധികം ഈ വിഷയത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടാവും. നന്നായി ഏറ്റുമുട്ടിയ ഒരാളാണ്. കാരണം കേരളോത്സവത്തിന് തെയ്യം എന്ന് പറയുന്നൊരു മത്സര ഇനം സർക്കാരിനെ കൊണ്ടുവരിപ്പിക്കുകയും അന്ന് രാധാകൃഷ്ണനാണ് മിനിസ്റ്റർ, കെ രാധാകൃഷ്ണൻ. കണ്ണൂർ വെച്ചാണ് ഞങ്ങൾ ആദ്യത്തെ കലോത്സവം നടക്കുന്നത്. മാഷ് അന്നാണ് പീഠം വഴക്കവും സംവിധാനങ്ങളുമായിട്ട് നടന്നത്. അതിൻ്റെ തൊട്ടടുത്ത നാളുകളിലായിരുന്നു ഫോക്ലോർ അക്കാഡമിയുടെ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മളിവിടെ നടത്തിയത് കലക്ട്രേറ്റ് മൈതാനത്തിൽ. അന്ന് കൊണ്ടുവന്നത് വെളിച്ചപ്പാടിനെ എഴുന്നള്ളിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യം മാഷ് അറിയുന്നത് കുറേ നാൾ കഴിഞ്ഞാണ്. മാഷ് അതിനകത്ത് ചെറക്കൽ കോവിലവും പീഠം വഴക്കവും തെയ്യം പീഠം വഴക്കം കിട്ടി ഇരുന്നവരാണ്. പീഠം വഴക്കം കിട്ടാത്ത തെയ്യങ്ങൾ എത്രയായിരുന്നു എന്ന് ഞാൻ മാഷോടൊന്ന് ചോദിച്ചിരുന്നു. പക്ഷേ മാഷയുടെ ഒരു എയിം തെയ്യം ഈ പൊതുവേദികളിലേക്ക് 4 ചട്ടങ്ങൾ വെച്ച് പുറത്തേക്ക് പോകരുത്, സ്ട്രക്ചറിനുള്ളിൽ നിൽക്കണം എന്നുള്ളത് ഒന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ ജാതി വ്യവസ്ഥയെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ട് പറയാം. ഇപ്പോൾ 300 വെള്ളാട്ടം കിട്ടിയതിനെ സംബന്ധിച്ചിട്ടാണ് മാഷിപ്പം പറഞ്ഞത്. അപ്പോൾ അതിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനുശേഷം വിമാനം കയറുന്ന തെയ്യത്തിന് മറുപടി പറയും. അപ്പോൾ ഇവിടെ ഈ തെയ്യം തികച്ചും ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ അത് സമ്മതിക്കുന്നു. അതെ. അപ്പോൾ ചെറുക്കൽ തമ്പുരാനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാളായിക്കോട്ടെ, അവർ ഇന്ന ജാതിക്ക് ഇന്ന തെയ്യം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ണാന്മാർക്ക് കിട്ടുന്ന തെയ്യം, മലയ സമുദായത്തിന് കിട്ടുന്ന തെയ്യം, കോപ്പാളന്മാർക്ക് കിട്ടുന്ന തെയ്യം, 300 കിട്ടുന്ന തെയ്യം, ഇതൊക്കെ നമ്മളെ ഈ വടക്കേ മലബാർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ണാന്മാർ കിട്ടുന്ന തെയ്യം മറ്റു ജാതിക്കാർ കെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിട്ട് സാരമായിട്ട് ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അവർ തെയ്യം കിട്ടുന്നത് നമ്മൾ കിട്ടിയാലും അവർക്കും അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വ്യവസ്ഥ അതേപോലെ തുറന്നു പോയാൽ മാത്രമേ ഇത് നിലനിൽക്കൂ. വിമാനം കയറലും കൂടി ഒന്ന് പറഞ്ഞു. വിദേശത്തേക്ക് വിമാനം കയറുമ്പോൾ ഈ ഓലയും അദ്ദേഹം പറഞ്ഞു അതിനൊരു മറുപടി പറഞ്ഞു. ഈ വിദേശങ്ങളിൽ പോയിട്ട് തെയ്യം കിട്ടുകയും അതുപോലെ തന്നെ സാംസ്കാരിക ജാതിയിലും സ്റ്റേജിലും തെയ്യം കിട്ടുന്നത് ഞാനതിന് അങ്ങേയറ്റം എതിർക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. കാരണം ഈ തെയ്യത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്, ഒരു ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അത് കെട്ടാൻ പറ്റും കേക്ക്. അപ്പോൾ അനുഷ്ഠാനങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാവുകൾ, ക്ഷേത്രങ്ങൾ, ഈ അജയമാഷ് പറഞ്ഞ പോലെ ഒരു കല്ല് വെച്ചിട്ട് ഒരു തറയിൽ മുമ്പിലായും അവിടെയും തെയ്യം കെട്ടാം. അപ്പോൾ കാവുകൾ, ക്ഷേത്രങ്ങൾ, തറവാടുകൾ, മുണ്ട്യ, മടപ്പുരകൾ, ഇങ്ങനെ ഓരോ തെയ്യത്തിനും അതാതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങൾ തമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം ഭക്തജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ വിദേശത്ത് പോയിട്ട് ഒരു തെയ്യം കെട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ആചാരമോ അനുഷ്ഠാനമോ ഒന്നും പാലിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു പുതിയ ഭഗവതി ഒരു വയൽത്തറ, മാഷ നന്നായിട്ട് അറിയാം, വയൽത്തറയിൽ കെട്ടിയാടിക്കുമ്പം വേറൊരു പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വെളിച്ചപ്പാട് എഴുന്നേൽത്ത് തിരുവായുധം എഴുന്നേൽത്ത ശേഷം മാത്രമേ അറിയാം. പക്ഷേ അങ്ങനല്ലേ? അതെ. അതുപോലെ ഈ തെയ്യം ഇപ്പോൾ മൈതാനത്തിൽ വെച്ച് കെട്ടിയാടുന്ന തെയ്യമുണ്ട്. ഇപ്പം മാക്കപ്പോതി, കതിനൂർ വീരൻ, മുത്തപ്പൻ വെള്ളാട്ടം, ഇതൊക്കെ അതിൻ്റെ ആചാര അനുഷ്ഠാനത്തോട് കൂടിയിട്ട് വീട്ടിൽ വെച്ചിട്ട്. ആദ്യം പറഞ്ഞത് 2 ചത്തുപോയതാണ്. മുത്തപ്പൻ വെള്ളാട്ടം അങ്ങനെയല്ലല്ലോ. ജീവിച്ചിട്ട് അത് വേറെ വിഷയം. തെയ്യത്തിൻ്റെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ തിരുവമ്പുര വീട്ടിൽ വെച്ചിട്ട് ഒരു തരത്തിൽ നടത്താൻ പാടില്ല.
തിരുവാപ്പന മടപ്പുരയിൽ വെച്ചിട്ട് മാത്രമേ പക്ഷേ തിരുവപ്പന നടക്കുന്നുണ്ടല്ലോ വീടുകളിൽ. നടക്കുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ തിരുവാപ്പന എന്തുകൊണ്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പാടില്ല? അതിനതിൻ്റെതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു മിനിറ്റ്, അങ്ങനെ പാടില്ല പാടുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനുള്ള ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അത് സ്കിംഡായിരുന്നു. ഒന്ന്, ചെറുജന്മാവകാശം ആധുനിക കാലഘട്ടത്തിൽ നിലനിൽക്കുമോ എന്നൊരു ചോദ്യം. ചെറുക്കൽ തമ്പുരാൻ ചിട്ടയുണ്ടാക്കുന്നു, വിട്ടുകൊടുക്കുന്നു. ചെറുക്കൽ തമ്പുരാൻ ഒരു കാവുകാരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ നാളെ ക്ഷേത്രമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ചിറക്കൽ കോവിലകവും തമ്പുരാനും അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. ജനാധിപത്യം നിലനിൽക്കുന്നു. ആധുനിക കാലഘട്ടത്തിലും ഇതിങ്ങനെ തുടരുമോ? ചെറുജന്മാവകാശത്തിന്റെ നിലനിൽപ്പ് എന്താണ് എന്നുള്ളതാണ് നവാസിൽ ആലോചിക്കേണ്ട കാര്യം. വടക്കേ മലബാറിൽ എത്ര ജാതി ഉണ്ടെന്നും ആ ജാതികൾക്കൊക്കെ ഒരു തെയ്യം ആരാധനയുമായി എത്രയധികം ബന്ധമുണ്ടെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ ഇത് ബോധ്യപ്പെടുത്തുകയും ഞാൻ നടത്തുകയും ചെയ്യുന്ന ഒരു ഫാമിലിയിലുള്ള ഒരാൾ. അതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലം മുതലേ അതറിയാം. എൻ്റെ കാവിൽ ഏതാണ്ട് 30ഓളം സമുദായക്കാർ എൻ്റെ കുട്ടിക്കാലത്ത് തെയ്യത്തിൻ്റെ സമയത്ത് എത്തും. 30ഓളം സമുദായക്കാർ. അതിൽ പൊലയനുണ്ട്, പരദേശികളുണ്ട്. പരദേശി എന്നുള്ള ഒറ്റ വാക്കിലാണ്. വേട്ടുവനെയും ഇവരൊക്കെ പറയുന്നത് ഒറ്റ വാക്കിലാണ്. കാരണം പരദേശി പാറു എന്ന് പറയുന്ന സ്ത്രീ തടുപ്പയും കൂട്ടയും കൊണ്ടുവന്നില്ലെങ്കിൽ ചെറുതും നമുക്ക് ഭക്ഷണം കോരിയിട്ടില്ല. തിരിച്ച് എൻ്റെ കാവിലും ഇതൊന്നും നടക്കില്ല. അങ്ങനെ മുസ്ലിം അടക്കം മമ്മി മാപ്പിള എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരാൾ, അദ്ദേഹം വെറ്റിലയും അടക്കയും വെടിയും കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ കാവിൽ തെയ്യം നടക്കില്ല. അത്രയേറെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു മമ്മി മാപ്പിള. എൻ്റെ വീട്ടിൻ്റെ അടുക്കളയിൽ ഇപ്പൊ ഉണ്ടോ? അതല്ല, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലത്തെ ആചാരങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ഈ ആചാരങ്ങളുടെ നിലനിൽപ്പ് ആധുനികതയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾക്കൊരു വോട്ടെന്നുള്ള സംവിധാനത്തിൽ നടക്കുമോ? മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയാൻ വേണ്ടി പോവാം. കമ്മിറ്റികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരുപാട് കാവുകളുണ്ട്. അവിടെയും ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ തെയ്യം കെട്ടിയാൽ, ആർട്ടിസ്റ്റുകൾ എന്നുള്ള വാക്ക് ഞാൻ ഒരു അക്കാഡമി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉപയോഗിച്ചാണ്. അതല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്ക് അതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഒരു ചെറുജന്മാവകാശി കെട്ടിയാൽ ഇദ്ദേഹത്തിന് അവിടെ ചെന്നാൽ ആദ്യം അല്ല, ആർട്ടിസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? താങ്കളും പറയുന്നുണ്ട് ഇതിനകത്തൊരു കലയുണ്ട്, കലാകാരൻ. തെയ്യം എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കലയാണ് എന്ന് അതിലൊരു ആശങ്കയില്ലാത്ത ഒരാളാണ് ഞാൻ. എന്താണ് തെറ്റ് അതിനകത്ത്? ബാലകൃഷ്ണൻ ആചാരപ്പെട്ട ഒരു സ്ഥാനത്ത് കെട്ടുന്ന ഒരാളാണ്. നമ്മൾ അത്ര എളുപ്പത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ വില കുറഞ്ഞ പ്രയോഗമായിട്ട് തോന്നുന്നു. അതുകൊണ്ടല്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പൊതു ലോകം ഇരുത്തിയിരിക്കുന്നത് ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒപ്പന ആർട്ടിസ്റ്റ്, ഒരു ദഫ്മുട്ട് ആർട്ടിസ്റ്റ് ആ കാറ്റഗറിയിൽ വരുന്നതല്ല. ട്രഡീഷണൽ ആർട്ട് ഫോം, പാരമ്പര്യ കലാവാദത്തിന്റെ ഭാഗത്തിൽ അത് ആരാധന കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദഫ്മുട്ടിലും മാർഗംകളിയിലൊക്കെ ഒരു ആരാധനയുണ്ട്. ദഫ്മുട്ട് നടക്കുന്നത് ബദർ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ബദർ നടത്തുമ്പോൾ ബദറുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ നടക്കുന്ന ചില ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാന ഇനമാണ് ദഫ്മുട്ട്. അപ്പൊ ദഫ്മുട്ട് സജീവൻ ആദ്യം പറഞ്ഞൊരു കാര്യം, സജീവൻ അപ്പോഴേ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ആർട്ട് ഫോം ഇതും പറകിൽ ആരാധന ഉണ്ടായിരുന്നു എന്നുള്ള ഒറ്റ ചോദ്യം ഞാൻ പറയാം. ആരാധന നടത്തുന്ന കമ്മ്യൂണിറ്റി ഇതിനകത്ത് പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അവരാണ് അത് ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ പറയുന്ന ബദർ സംഭവങ്ങളും പിന്നെ കുത്തറാത്തീവുകളും കമ്മ്യൂണിറ്റി, കൺസേൺഡ് സ്പേസ്, കൺസേൺഡ് പിന്നെ ആളുകൾ അതിന് മാത്രം. പക്ഷെ അത് മാറി സ്കൂൾ കലോത്സവ വേദികളിൽ പൂർവ്വമായിട്ട് ഒരു ബന്ധുവില്ലാത്ത കോട്ടയത്ത് ഒരു കളി മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടുന്നുണ്ട്. അതാണോ തെയ്യം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 96-ൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് ഉറപ്പിക്കും. കേരള സർക്കാർ തെയ്യം മത്സരം നടത്തേണ്ടതാണ് എന്ന്. അതിന് ആദ്യം എതിർപ്പുണ്ടായത് ചന്ദേര മാഷ് ഒരു ഗവേഷകൻ എന്നുള്ള രീതിയിലും അത് കൊണ്ടു നടക്കുന്ന രീതിയിലും അങ്ങനെയാണ്. ഇവരുടെ പക്ഷത്തുള്ള ഭാഗത്ത് നിന്ന് തെയ്യം കെട്ടുന്ന സമുദായങ്ങൾ 2-3 ചേരി തിരിഞ്ഞിട്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു. വേണം വേണ്ട വേണം വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഒരു പിന്നെ ജാതിഘടനയും ഫ്യൂഡൽ സ്ട്രക്ചർ ബാലകൃഷ്ണൻ അടുത്ത് പറഞ്ഞു നമ്മുടെ ജോലി പോകും, ഇതൊരു എംപ്ലോയ്മെന്റ് ആണ് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ജോലി ചെയ്യാം. തൊഴിൽ എന്ന് പറയുന്നതിന് വളരെ കൃത്യമായ നിർവചനമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. തൊഴിൽ വളരെ പ്രധാനപ്പെട്ട നിർവചനം. ശരിക്കും അങ്ങനെ കാണാൻ പറ്റുമോ? ഇവര് സജീവൻ പറഞ്ഞു വെച്ചെടുത്ത് ഈ പറഞ്ഞ ഈ ജോലി നഷ്ടപ്പെടുന്നു, അപ്പൊ ഇതൊരു ജോലിയാണ് എന്ന നിലക്ക് അതിനെ നിർവചിക്കാൻ പറ്റുമോ? തെയ്യം അനുഷ്ഠാനാണ്, അതൊരു ജോലിയായി വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് വൈറ്റ് കോളർ ജോലി എന്നുള്ളൊരു സങ്കല്പം വെച്ചിട്ടാണ്.
ജോലി തന്നെ, കർമ്മം തന്നെ വളരെ വിദഗ്ധമായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ആ വർഗീകരണം വന്നപ്പോഴാണ് നേരത്തെ അജയ മാഷ് ചൂണ്ടിക്കാണിച്ച ഫ്യൂഡൽ, അതായത് കീഴാളൻ മേലാളൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെങ്കിലും ആ ഒരു ഫ്യൂഡലിസം വന്നത്. ഏത് സമ്പ്രദായവും അതിനൊരു നല്ല വശം ഉണ്ടാവും, ചീത്ത വശം ഉണ്ടാവും. വളരെ കൃത്യമായിട്ട് നേരത്തെ ബാലകൃഷ്ണൻ പെരുവണ്ണാനും അജയ മാഷും പറഞ്ഞ തെയ്യത്തിലെ ജാതി, എന്റെ തീസിസും തെയ്യത്തിലെ ജാതി തന്നെയാണ്. തെയ്യത്തിന് ജാതിയുണ്ടോ? വളരെ കൃത്യമായി തെയ്യം ജാതി സമ്പ്രദായത്തെ അരക്കെട്ടി ഉറപ്പിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ തെയ്യം ജനകീയമായ രീതിയിൽ വന്നപ്പോൾ താങ്കളുടെ പിതാവ് അന്ന് MGS നാരായണൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇതൊരു സംഘപരിവാർ ഗ്രൗണ്ടിലേക്ക് ഈ സാധനത്തിന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഡോക്ടർ MGS നാരായണൻ അല്ല പറഞ്ഞത്, ഡോക്ടർ നവാസിനെ ഡോക്ടർ KK വളരെ കൃത്യമായിട്ട് പറയാം. നമ്മൾ പറയുന്ന ഒരു കുഴപ്പമില്ല, MGS ആ വിഷയത്തിൽ തർക്കിച്ചില്ല. അതെ, നമ്മുടെ ഒരു വിഷയത്തില് ഇപ്പം രണ്ട് പ്രധാന പോയിന്റുകളാണ്. ഒന്ന് ജാത്യ, ഞാൻ ഒരു കൂട്ടി പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. അതായത് തെയ്യം ജാതിഘടനയിൽ നിൽക്കുകയും തെയ്യം നൽകുന്ന പൊരുൾ എന്താണ്? അത് ജാത്യതീത സംസ്കാരത്തിലേക്കാണ് തെയ്യം ജനതയെ ഉത്ബോധിപ്പിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അറക്കൽ ബീവിയോ അല്ലെങ്കിൽ നമ്മുടെ നവാസ് തെയ്യം കാണാൻ വന്നാല് നവാസിന്റെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ നവാസ് ആരാണ് എന്ന് അറിയുന്ന ഒരു കോലധാരി വിളിക്കുക എന്റെ മാടായി നഗരേ എന്നാണ്. തെയ്യം മുസ്ലിമിനെ അഭിസംബോധന ചെയ്യാൻ വളരെ കൃത്യമായിട്ട് വാചാലം നടത്തിക്കൊണ്ട് മാടായി നഗരത്തിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തര കേരളത്തില് വന്നുകൊണ്ടിരിക്കുന്ന ജനതയെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നത് ഈ ജാതി ഘടനയിലുള്ള തെയ്യമാണെന്ന് ഓർക്കണം. അപ്പൊ തെയ്യം നൽകുന്നത് നിങ്ങൾ പല വിഭാഗക്കാരാണ്, നിങ്ങൾ പല നിറക്കാരാണ്, പല വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്, പക്ഷെ അവരെ ഏകോദര സഹോദരന്മാരായിട്ട് കണ്ടുകൊണ്ട് തെയ്യം ഒരു മത. അജയ മാഷ് നേരത്തെ പറഞ്ഞു, CMS ചന്ദേര മാഷോട് നിങ്ങളുടെ മതം എന്താണ്, ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനാണോ എന്ന് ഒരു രസികൻ ചോദിച്ചപ്പോ എന്റെ മതം ഈ മണ്ണിന്റെ മതമാണ്, അത് തെയ്യ മതമാണ് എന്ന് പറഞ്ഞ ചന്ദേര മാഷ് ഓർക്കുന്നുണ്ടാവും അജയ മാഷ്. നമുക്ക് തെയ്യ മതം പദം പല മതവും കേട്ടിട്ടുണ്ട്. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ബാലകൃഷ്ണൻ പെരുവണ്ണാനിൽ തുടങ്ങും. അപ്പോൾ ഈ തെയ്യത്തിനെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന് മുമ്പിൽ. അതെല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നത്, പക്ഷെ പ്രാക്ടിക്കലായി ഇപ്പം ഇസ്ലാം മതത്തിൽ യാ അയ്യുഹൻ നാസ് എന്നാ പറയുന്നത്, അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ്. യേശുദേവൻ പറയുന്നത് നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിങ്ങൾ എല്ലാവരും എന്റെ മക്കളാണെന്നാണ്. ഇതിലെ പറയുമ്പോ ഒക്കെയാണ്, എത്രമാത്രം പ്രായോഗികമാകുന്നുണ്ടെന്നാണ്. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല എന്നാണ് ഞാൻ എൻ്റെ നിഗമനത്തിൽ മനസ്സിലാക്കുന്നത്. അതേപോലെയാണ് ഈ തെയ്യ മതം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും? ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മുത്തപ്പന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ ജാതി എന്നും മറ്റിടത്തിലെ അനാചാരങ്ങൾക്കും ഫ്യൂഡലിസത്തിനും മറ്റെല്ലാം പിന്നെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്ന ഒരു ചരിത്ര പുരുഷനും കൂടിയാണ് മുത്തപ്പൻ. അപ്പോൾ ആ മുത്തപ്പന്റെ അവതാര കാലഘട്ടത്തിൽ ജാതിപരമായിട്ടുള്ള ഈ നിലനിൽപ്പ് ഉച്ചനീചത്വങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ ക്ഷേത്രത്തിൽ കർമ്മം ചെയ്യാനോ വഴിതടുക്കാനോ ഒന്നും അധികാരമില്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭക്തി പ്രസാരത്തിൽ ഈ പിന്നോക്ക യുവാക്കാരെ, പട്ടികജാതിക്കാരെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ താഴെക്കടയിലെ ആളുകൾക്ക് ഭക്തി പ്രസാരത്തിൽ അവരുടെ സ്ഥാനം എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ ഈ ഇത്തരത്തിലെ ആളെ കൊണ്ട്, പിന്നോക്ക വിഭാഗം കൊണ്ട് ഈ ദൈവത്തിൻ്റെ കർമ്മം ചെയ്യിപ്പിക്കുകയും ആ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ആദ്യം ബ്രാഹ്മണന്മാർ വരെ വന്ന് അവരിൽ നിന്ന് ആജ്ഞ സ്വീകരിക്കുകയും അനുഗ്രഹം ഏറ്റുവാങ്ങുകയും അവരെ കാലോട്ട് ഒന്നിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ആത്മീയ വിപ്ലവം തെയ്യത്തിലൂടെ നമുക്ക്, പ്രത്യേകിച്ച് മുത്തപ്പൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് ദർശിക്കപ്പെടാൻ സാധിക്കും. അതാ പറഞ്ഞത് തെയ്യത്തിൽ മതമില്ല, പക്ഷെ തെയ്യം കെട്ടുന്നൂട്ടർക്ക് ജാതി ഉണ്ടാവും, കെട്ടിപ്പിക്കുന്നൂട്ടർക്ക് ജാതി ഉണ്ടാവും. ചോദ്യമുണ്ട്. പണ്ട് അത്യാവശ്യം ഉയർന്ന ജാതിക്കാർ അധസ്ഥിത വിഭാഗത്തെ കൊണ്ട് ദൈവപ്രീതിക്കായിട്ട് നടത്തുന്ന നൃത്തമായിട്ട് തെയ്യത്തെ വിക്കിപീഡിയ പോലുള്ള
രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ്? അല്ല അതിലുള്ള പാശ്ചാത്യ ഡെവിൾ ഡാൻസ് ഞാൻ ഹൗ ടു ക്ലാസിഫൈ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഗുണ്ടട്ട് മുതൽ പിന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് പിന്നീട് തേഴ്സ്റ്റാണ് 125 വർഷങ്ങൾക്ക് മുന്നെയാണ് കാസ്റ്റ് ഇൻ സദേൺ ഇന്ത്യ ചെയ്തത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യം, മലബാറിലെ പുരകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ മലബാറിലെ ചെറുപ്പക്കാർ തിണ്ണ നിരകുകയാണ് എന്നാണ്. അവർ പുരകളി കളിക്കുന്നതിനെ കുറിച്ചായിരുന്നു. 1800-കളിൽ കളരിപ്പയറ്റ് എന്തിനാണ് നിരോധിച്ചത് എന്ന് കൂടി ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ സ്കൂളിൽ അവർക്ക് പ്രാപ്യമല്ലാത്ത എല്ലാ സാധനങ്ങളെയും അതിന് ചെകുത്താൻ്റെ നൃത്തമായി പറയുന്നു. ഈ അവരുടെ ഡബിൾ എന്ന് പറയുന്ന ആരാധനാ സങ്കല്പം പോലും വളരെ വളരെ വ്യത്യസ്തമാണ്. അത് ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് തന്നെ ഈ പട്ടികജാതി ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ട് കാസ്റ്റിനെയാണ് നിർത്തണം, ട്രൈബിനെയാണ് നിർത്തണം എന്ന് ആലോചിച്ചത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ വണ്ണാമയുടെ പിറകിൽ ഒരുപാട് പോയ ഒരാളാണ്. അവരെക്കുറിച്ച് പഠിച്ച ഒരാളാണ്, അവരുടെ ജീവിതം പഠിച്ച ഒരാളാണ്. വണ്ണാനും മലയനും അത്ര ദൂരെ ആയിരുന്നില്ല. കാരണം പ്രസവിച്ചാൽ വണ്ണാത്തിയില്ലാതെ ഒരു സെക്കൻഡ്, മലിയും വണ്ണാത്തിയും ഇല്ലാതെ ഒരു നിമിഷം പോലും തമ്പുരാൻ്റെ തറവാടായാലും വേണ്ടില്ല, ആരുടെ തറവാടായാലും വേണ്ടില്ല. അതിലൊരു മീഡിയേറ്റർ കമ്മ്യൂണിറ്റി ഉണ്ട്, വണ്ണത്താ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു മീഡിയേറ്റർ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി കൂടി ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരത്ര അകലെ ആയിരുന്നില്ല. അകലെ ആയിരുന്നവരാരായിരുന്നു? അത് പൊലയനായിരുന്നു. കാരണം ആ പൊലയനില്ലാണ്ട് ഇവരുടെ പത്തായം നിറയായിരുന്നില്ല. പൊലയനില്ലെങ്കിൽ പത്തായം നിറയായിരുന്നു. പൊലയന്റെ തെയ്യം മുഴുവൻ പൊലയന്റെ തെയ്യമായി ഇവരടക്കം ഔട്ട്കാസ്റ്റായി മാറ്റി വെച്ചിട്ടുണ്ട് ജാതിയുടെ ഘടനയിൽ പറയുമ്പോൾ. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നില്ല. കാവ് കമ്മിറ്റികളാണ് ഇപ്പോഴുള്ളത്. തെയ്യം ഇറങ്ങിയാൽ ഒരു കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ചിട്ട് ആദ്യം ഉപചാരം പറയില്ല. ഉപചാരം പറയുന്നത് അവന്റെ പാരമ്പര്യം ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കാരണവരുണ്ടാവും. അവരെന്തായാലും ഇവർ കണ്ടെത്തും. അതെന്തുകൊണ്ടാണ് പറ്റുന്നത്? ഇതൊരു പ്രാദേശിക മതം ആകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെയ്യം ഇസ് എ നേറ്റീവ് റിലീജിയൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതിൽ ഓരോ തെയ്യങ്ങൾക്കും ഓരോ പ്രാദേശികമായ മതങ്ങൾ, അതിന്റെ നിലനിൽപ്പുണ്ട്, അതിന് എക്സിസ്റ്റൻസ് ഉണ്ട്. മറിഞ്ഞ് ഞാൻ മാങ്ങാട്ടേക്ക് നോക്കൂല എന്ന് പറഞ്ഞാണ് മങ്ങപ്പൻ കോമ്പോ. തോറ്റത്തിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. മറിഞ്ഞ് ഞാൻ മാങ്ങാട്ടേക്ക് നോക്കൂല. മാങ്ങാട്ട് നമ്മുടെ പപ്പേട്ടൻ സംഘവും ആണ് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു ചെറിയ വിഷയം, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെല്ലാം ഇതെല്ലാം മാറ്റപ്പെടേണ്ടതാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മളൊരു ഹൈടെക് യുഗത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന കാലങ്ങളൊക്കെ നിന്നിരുന്നത്, നമുക്കൊരു പുരോഗതി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സങ്കല്പം എല്ലാം ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വിപ്ലവകരമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പ്രസക്തി എത്രമാത്രം, എവിടെ വരെ പോകും? മനുഷ്യൻ ആത്യന്തികമായി ഒരുപാട് വിഹ്വലതകളുള്ള ഒരാളാണ്. ആശങ്കകളുള്ളവനാണ് മനുഷ്യൻ എപ്പോഴും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അവന്റെ വ്യക്തിപരമായ ആശങ്കകളോ മാറ്റാൻ കഴിയില്ല. നിലവിൽ നമ്മുടെ മെഡിക്കൽ സയൻസസ് മുഴുവൻ എത്തി നിൽക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു ഇതെല്ലാം നിലനിൽക്കും. ഇത് നിലനിൽക്കും. ഇതൊരു കൗൺസിലിംഗിന്റെ, പക്ഷേ ഇത് ചിലപ്പോൾ മാറ്റം വരും. കാരണം ഇപ്പോ ഉദാഹരണത്തിന് തോറ്റം പാടാൻ അറിയുന്നവരാരും ഇതിനെ തോറ്റു ഉണർത്തണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെറ്റും പറപ്പും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കവി, നീട്ടുകവി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോ രാത്രി മുഴുവൻ തോറ്റം കേട്ടിരുന്ന ഒരാളാണ്. ആരാ തോറ്റം പാടുന്നവരുള്ളത്? തോറ്റം അങ്ങനെ ഒരാൾക്ക് ഇന്ന ആൾക്ക് പാടാവുന്നുണ്ടോ? കൺസേൺഡ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ, അത് അവർക്കറിയാം. ഇപ്പൊ പലരും ഇപ്പൊ പെരുവണ്ണൻ പാടുന്ന തോറ്റം, ഇതിലിപ്പോ നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞെടുത്ത് ഞാൻ അതിനിടയിൽ ഞാൻ ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടാ. നമ്മൾ കെട്ടുന്ന തെയ്യം പയ്യന്നൂർ തട്ട താരം കെട്ടുന്നെന്ന് ചോദിക്കണം. ഇപ്പൊ അവിടെ ഒറ്റ മലയിൽ തെയ്യം കെട്ടാൻ വേണ്ടി പറ്റില്ല. ആ കാരണം ജാതിയായിരുന്നു. ആ കാരണം അവിടെ ഇപ്പൊ കെട്ടുന്നുണ്ട്. ഈ ഗവേഷണം ഡോക്ടർ സഞ്ജീവൻ അരീക്കോട് ഈ രംഗത്ത് ഗവേഷണം ഒത്തിരി നടത്തിയിട്ടുള്ള ആളല്ലേ. താങ്കൾക്ക് അത് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? താങ്കൾ ഈ തെയ്യക്കണക്കോലം കണ്ടെടുത്തു എന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഈ തെയ്യക്കണക്കോലം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ടെടുക്കേണ്ട സാഹചര്യം എന്താണ്? അതെ, ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെടുത്തതാണ്. ഞാൻ ആദ്യം തെയ്യക്കണക്കോലം അല്ല, അത് കണക്കോലയാണ് ഉദ്ദേശിച്ചത്. കണക്കോല ഞാൻ പറയാം. അതിലേക്ക് വരുന്നതിന് കണക്കോല
ഗുരുക്കളച്ചന്റെ കണക്കോല എന്നാണ് അതിന്റെ പേര്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ് ആദ്യം തന്നെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തല്ലോ, എന്താണ് തെയ്യം. തെയ്യം നടത്തുന്നതിന് സങ്കേതവും നമ്മുടെ ആരാധനാ രീതികളിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കല ഭാരതീയർക്ക് ആരാധന കൂടിയാണെന്ന്. ആ കലയിൽ വിവിധ തരത്തിലുള്ള സങ്കല്പങ്ങളും പുതിയ ആശയങ്ങളും വരുമ്പോഴാണ് കല വർഗീകരിച്ചത്. അത് ക്ഷേത്രകല, മണ്ണിന്റെ കല, സ്റ്റേജിൽ കളിക്കേണ്ട കല, അങ്ങനെ വിവിധ കലകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായിട്ട് തെയ്യം മതം എന്നുണ്ട് എന്നുള്ളതിനും തെയ്യം നടത്തുന്നത് എവിടെയെന്നും തെയ്യത്തിന്റെ പൊരുൾ എന്താണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ചർച്ചയുണ്ടായില്ല. ഞാൻ ആദ്യം തന്നെ പറയാം, പഞ്ചഭൂതാത്മക പ്രകൃതിയെ, മണ്ണിനെയും വിണ്ണിനെയും ജലത്തെയും കാടിനെയും എല്ലാം നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ, നമ്മൾ നിലനിൽക്കുന്ന ഇത് മണ്ണിനെ ആരാധിക്കാൻ വേണ്ടി, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തെയ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ലോകത്തില് അങ്ങനെ ഒരു കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ഉറഞ്ഞാടി ജനങ്ങൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് തെയ്യം ജനകീയമായി എന്നുള്ളതിനും ഒരു കാരണം ഈ തെയ്യത്തിന്റെ പരിസരമാണ്. ക്ഷേത്ര വിഗ്രഹ ആരാധനയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തെയ്യത്തിൻ്റെത്. ഒരു തെയ്യം നിൽക്കുന്നത്, തെയ്യമായി മാറുന്നത് കാണികൾ കൂടി അല്ലെങ്കിൽ ഭക്തർ കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുത്തപ്പൻ ഉണ്ടാകുന്നത്. ഇപ്പൊ തെയ്യങ്ങളൊക്കെ ക്ഷേത്ര സ്വഭാവത്തിലേക്ക് മാറുന്നില്ല ശരിക്കും. അവിടെയാണ് പറയുന്നത്. ഞാൻ അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ പറഞ്ഞു വളരെ കൃത്യമായി കർമ്മ പദ്ധതിയുടെ, നമ്മുടെ കേരളത്തിന്റെ ജാതി വ്യവസ്ഥയും തേഴ്സന്റെ പഠനത്തെ കുറിച്ചൊക്കെ അജയ് മാഷ് ഇവിടെ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ സംഭവിക്കുന്നത് തെയ്യത്തിന്റെ പൊരുൾ എന്താണെന്ന് അറിയാത്തവരാണ് തെയ്യത്തെ പല രീതിയിൽ കാണുന്നത്. ആദ്യം വേണ്ടത് തെയ്യം എന്താണെന്നുള്ള കാഴ്ചപ്പാട് മാറ്റുക. അത് ഈ മണ്ണിൻ്റെതാണ്. പ്രത്യേകിച്ച് ഉത്തര കേരള, അതുകൊണ്ടാണ് ഉത്തര കേരള പുഴകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മലയും പുഴയും, അതായത് ദ്രാവിഡ തിണ സംസ്കാരം, ഐന്തിണകളുടെ സംസ്കാരത്തിൽ ഇന്നും നിലനിൽക്കുന്ന എത്രയോ പുരോഗതികൾ ഉണ്ടായി. എന്തുകൊണ്ട് വിപ്ലവ മണ്ണിനെ നെഞ്ചേറ്റാൻ തെയ്യത്തിലെ മണ്ണിനാണ് ആദ്യം കഴിഞ്ഞത്. ഞാൻ പറയുകയാണ്, കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറപ്പുറത്ത് ഉണ്ടാവാനുണ്ടായ ഒരു കാരണം തന്നെയാണ് ഈ ഈ തെയ്യം വടക്കേ മലബാറിലെ അക്രമ രാഷ്ട്രീയത്തിന് പ്രചോദനമായി മാറിയിട്ടുണ്ടെന്ന് പലപ്പോഴും പല ലേഖനങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ് അതേക്കുറിച്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയമല്ല, ഈ വിപ്ലവ ബോധം, ജനതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു വിപ്ലവ ബോധം. വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയല്ലേ? അല്ല, ഞാൻ വിപ്ലവം ഉദ്ദേശിക്കുക ഇന്ന് കാണുന്ന വിഷമമുണ്ടോ? വിഷമല്ല. ഞാൻ വളരെ കൃത്യമായിട്ട് എന്റെ പഠനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തെ ആദ്യമായിട്ട് ഫോക്ലോറില് ചർച്ചയാക്കിയതിനും ഞാനാണ്. വിപ്ലവം എന്ന് പറഞ്ഞു, പിന്നെ അതെ, കമ്മ്യൂണിസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെയല്ലേ പറഞ്ഞത് സാർ. അതായത് ഇന്ന് എല്ലാ പാർട്ടികൾ, കോൺഗ്രസിലെ പുരോഗമനവാദികൾക്ക്, കോൺഗ്രസിലും വിപ്ലവം ഉണ്ടായിട്ടല്ലോ, പുരോഗമന ചിന്താഗതിക്കാർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ വിഷയം മാറിപ്പോകുന്നുണ്ട്, അവിടത്തേക്ക് പോകണ്ട, പറയണ്ട വിഷയം മാറുന്നില്ല. അല്ല, ഒരു പറഞ്ഞു കൊടുത്ത അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തെയ്യം മതത്തിൽ അധിഷ്ഠിതമായിട്ട് പഞ്ചഭൂതാത്മക പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ആഹ്വാനം നൽകുന്ന ഒന്നായിട്ട് ആധുനിക കാലത്ത് തെയ്യത്തിന് പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. രണ്ടാമത്, ഇപ്പൊ ബാലകൃഷ്ണ പെരുവണ്ണാനെ പോലുള്ളവരുടെ കുട്ടിക്കാലത്ത് അവരുടെ അച്ഛൻ, അവരുടെ കാരണവന്മാരൊക്കെ വളരെ തുച്ഛമായ കോള് കൊടുക്കുക. നമ്മളിപ്പോ തെയ്യം കെട്ടിയവർക്ക് കൊടുക്കുന്ന കോള്, ഈ കോള് വളരെ തുച്ഛമായിരുന്നു. കൊല്ലവർഷം 1050 ഈ കോള് പരിഷ്കരിക്കപ്പെട്ട ഒരു രേഖ എൻ്റെ ഗവേഷണ
അന്വേഷണത്തിനിടയിൽ കണ്ടെത്തുകയുണ്ടായി. അത് നമ്മുടെ പ്രസിദ്ധമായ കൂടാളി താഴത്ത് വീട്ടിലെ ഗുരുക്കളച്ചൻ. എന്താണ് ആ ഗുരുക്കളച്ചന് പ്രേരണ? ഈ തെയ്യത്തിന് മാത്രമല്ല, കൂടാളി തെരുവിലെയും കൂടാളി കാവിലെയും ആ മേഖലയിലുള്ള ക്ഷേത്രങ്ങളിലെ ഒക്കെ അവർക്ക് വേണ്ടി, തെയ്യക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കണ്ടുകിട്ടിയതിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് നടത്തിയോ നമുക്ക് അറിയില്ല, എങ്കിലും ആദ്യമായിട്ട് കോലക്കാരന്റെ രക്ഷ. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, കോലത്തിരി തമ്പുരാൻ മണക്കാടൻ ഗുരുക്കളുമായിട്ട് ചേർന്നിട്ടാണ് തെയ്യത്തിന് പീഠവഴക്കം ചെയ്തത്. അതിനൊരു രാഷ്ട്രീയ കാരണം ഉണ്ടായിരുന്നു. കാരണം കോലത്തിരി വൈഷ്ണവ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ഹിരണ്യഗർഭം നടത്തിയിട്ട് ക്ഷാത്രവീര്യം സമ്പാദിച്ച ഒരു താന്ത്രിക വിധി പ്രകാരം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ നിലനിർത്തണ്ടെങ്കിൽ മണ്ണിന്റെ മക്കളുടെ ആരാധനയെ സംരക്ഷിച്ചേ പറ്റൂ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ കയ്യിലെടുത്തില്ലെങ്കിൽ ഈ രാജ്യം നിലനിൽക്കില്ല എന്നുള്ള രാഷ്ട്രീയ തന്ത്രം കൂടി ഉണ്ട്. മണക്കാടൻ ഗുരുക്കളെ കോലത്ത് കോവിലകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, മണക്കാടൻ ഗുരുക്കളെ കോലത്ത് കോവിലകത്തേക്ക് കൊണ്ടുവന്ന് പീഠവഴക്കം നടത്തുന്നത് വളരെ കൃത്യമായിട്ട് തന്റെ എന്നിട്ട് കുലവര ദേവതയാക്കി മാറ്റി തെയ്യത്തെ. വൈഷ്ണവ ദേവിയെ, മാടായിക്കാവിലമ്മയെ കുലവര ദേവതയാക്കിയ കോലത്തിരിയെ തെയ്യത്തിന്റെ ആരാധനയായി പെരും തിരുമുടിയെ അംഗീകരിക്കാൻ അങ്ങനെ കോലത്തിരിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ആഗോള അടിസ്ഥാനത്തിൽ ഈ തെയ്യം മതനാട്ടിലേക്ക് ഭക്തരെ നമുക്ക് അജയമാഷോട് അതൊന്ന് ചോദിക്കാം. ഈ അക്രമ രാഷ്ട്രീയം അത് പല സ്ഥലത്തും ചർച്ചയായിട്ടുള്ളതാണ്. തെയ്യങ്ങൾ മൃഗബലി ഉണ്ടോ, അതുപോലെ തന്നെ തെയ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉറഞ്ഞു തുള്ളലും ഒക്കെ ഇവിടുത്തെ ഈ രാഷ്ട്രീയ ചില ക്രിമിനൽ സംഘങ്ങളൊക്കെ നിങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏത് പക്ഷത്തിൻ്റെ ആണെന്ന് ഞാൻ പറയുന്നില്ല. അവരൊക്കെ വാളും ബോംബൊക്കെ എടുത്ത് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി എതിരാളികൾക്ക് നേരെ പാഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അതിന് ബന്ധമുണ്ടോ? വിപ്ലവ പ്രസ്ഥാനവും തെയ്യവും തമ്മിലുള്ള ബന്ധമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ആദ്യം ശ്രീ എ വി അജയകുമാറിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. നവാസ് പറഞ്ഞ ആ രീതിയിലുള്ള ഒലിപ്പിച്ചെടുത്ത കാഴ്ചകളൊന്നും എന്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. അത് ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് എന്റെ മുന്നിലൂടെ വാളും ബോംബുമായി പോകുന്നവരെ, ഒരു കേരളത്തിന്റെ DGP-യെ, കണ്ണവം വനത്തിൽ BS ശാസ്ത്രി എന്ന DGP-യെ അക്രമികൾ വാളും ബോംബുമായിട്ട് തടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പാഞ്ഞെടുക്കുന്ന അക്രമികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. താങ്കൾ ഇനി അടിയന്തരമായിട്ട് മാധ്യമപ്രവർത്തനത്തിലേക്ക് വരണം. ഇനി അക്രമം ഉണ്ടാവും, അങ്ങോട്ട് പോകണം. ഓക്കെ അതിപ്പോ അനുഭവത്തെ ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ സഞ്ജീവൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സഞ്ജീവൻ വളരെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാളാണ്. സഞ്ജീവന്റെ പഠനത്തിൽ പക്ഷേ വിപ്ലവ പാർട്ടികൾ എന്തുകൊണ്ടാണ് തെയ്യത്തെയും തെയ്യത്തിന്റെ ഒരു മനസ്സിനെയും കൊണ്ടു നടന്നതെന്ന് വളരെ കൃത്യമായി സ്ഥാപിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. ഇതിൽ KN ഗണേശാണ് ആദ്യമായി ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ കണ്ണൂരിൽ വെച്ച് മലബാറിൽ ആവർത്തിച്ച് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ച് ഇറ്റ്സ് എ സിൻഡ്രോം എന്ന് പറയാൻ്റെ കാരണം ഉണ്ടായിരുന്നു. ഇതിന് തെയ്യമായിട്ടല്ല ബന്ധമുള്ളത്. ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ ചേകവ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം, ചേകവ സംസ്കാരവും തെയ്യവും തമ്മിൽ ആകെ ബന്ധപ്പെടുന്നപ്പോഴാണ് ചില തെയ്യങ്ങൾ കളരി പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രമാണ്. സാന്ത്വനത്തിന്റെ വഴിയല്ലാതെ മറ്റൊരു വഴി തെയ്യത്തിനില്ല. തെയ്യത്തിന് ബലി എന്ന് പറയുന്നത് മൃഗബലിയും അത് മൃഗത്തിൽ കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് തരം മൃഗമായിരിക്കും എന്നുപോലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷിബലിയിലേക്ക് അത് മാറുകയാണ്. അത് ബ്രിട്ടീഷ് നിയമം മൂലം മാറിയാണ്. കുമ്പളങ്ങ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരുന്ന കാവാണ് എന്റെ തറവാട്ടിലേക്കാണ്. കുമ്പളങ്ങ വെച്ചിട്ടാണ് അതിനെ കീറിയിരുന്നത്, ബലിക്ക് പകരം കീറിയിരുന്നത്. ഇപ്പോഴും നമ്പൂതിരി തറവാടുകളിലൊക്കെ വലിയ വട്ടളത്തിലുള്ള വലിയ ഗുരുതിക്ക് മുഴുവൻ അവർ കുമ്പളങ്ങയാണ് വെക്കുന്നത്. വലിയ ഇളവൻ കുമ്പളം കൊണ്ടുവന്നിട്ടാണ് വെക്കുന്നത്. പക്ഷേ മലബാറിന്റെ റിപ്പൾസീവ് പവർ എങ്ങനെയാണ്, റെവല്യൂഷണറി മൂവ്മെന്റ് അത് മുഴുവൻ കൊണ്ടു നടന്നത് മലബാറിലെ അടിസ്ഥാന വർഗമായ ജനങ്ങൾ, തൊഴിലാളി വർഗമായ ജനങ്ങൾക്ക് മുഴുവൻ അവരുടെ ക്ലാസ് പുരുഷൻ ആരായിരുന്നു എന്ന് നോക്കിയാൽ വയനാട്ട് വലവനോ കതിരൂർ വീരനോ അതുപോലത്തെ വീരന്മാരോ അല്ലെങ്കിൽ പുതിയ ഭഗവതിയോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിന്റെ മണ്ണിൽ ചുവപ്പ് വിപ്ലവം വരുന്നതിന്റെ കൂടെ തന്നെ ഇതുകൂടി ഉണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ എല്ലാ കാലത്തും ഒരിക്കൽ പോലും പാർട്ടിക്കാരല്ലാത്ത ഒരു കാവിലും ഉണ്ടായിരുന്നില്ല. പറശ്ശിനിക്കടവ് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. പറശ്ശിനിക്കടവിന്റെ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. കുമാരമ്പടിയിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രമാണ്. അവർ ഫ്രീഡം മൂവ്മെന്റ് ആളുകളാണ്. മക്കള സമ്മേളനത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് മടപ്പരയല്ലേ. അന്ന് മടപ്പരയ്ക്ക് ഇത്രയേറെ സമ്പാദ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ചെയ്തിരുന്നു. അതുകൊണ്ട് ചെറുത്ത് നിൽക്കാനും ചോദ്യം ചെയ്യാനുമുള്ള മനസ്സുണ്ടാവുന്നത്
മലബാറിലായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ വളരെ ശക്തമായി മുന്നോട്ടേക്ക് വരുന്നത്. KPR ഗോപാലിനെ മുന്നിൽ നിർത്തി നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ചോദ്യം ചെയ്യുന്ന അധികാരമില്ലാത്തവൻ എന്തിനാണ് അധികാരത്തിന് തേടി വരുന്നതെന്ന് കുട്ടികൃഷ്ണ മേനോനോട് ചോദിക്കാൻ വേണ്ടി പറ്റുന്നത് KPR മാത്രമാണ്. അതിന്റെ തുടർച്ചയുള്ള ജയിലിൽ നിന്ന് പോയി കരയാതിരുന്ന ഒരേ ഒരാൾ കാന്തലോട്ടിന്റെ ഭാര്യ അശോക് ടീച്ചർ മാത്രമാണ്. ജോഷി അടക്കം, സുന്ദരയെ അടക്കം കണ്ണിൽ നിന്ന് ധാരധാരിയായി വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ കയ്യൂർ പുഴയിലൂടെ പോകുന്ന രക്തസാക്ഷികളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ രക്തസാക്ഷികൾ ആവാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളിൽ ആ സമയത്ത് പോകുമ്പോൾ കരയാതിരുന്ന ഏക അമ്മ കാരണം അത്രയേറെ പീഡനം ഏറ്റുവാങ്ങിയൊരു സമയം. അതുകൊണ്ട് നമ്മുടെ ഭഗവതിമാരൊക്കെ വളർത്തി വെച്ചിരിക്കുന്ന നമുക്ക് ചെറുത്തു നിൽപ്പിന്റെ ഒരു തിരിഞ്ഞു നിൽക്കേണ്ടടുത്ത് തിരിഞ്ഞു നിൽക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതിപ്പോ ഏത് ദൈവമായാലും തോട്ടക്കര ഭൗതി എന്ന് പറയുന്ന തീയത്തി സ്ത്രീ അടുത്ത ദിവസം ആരോ എന്നോട് വിളിച്ചു ചോദിച്ചാൽ മാഷെ ഇത് തീയത്തിയാണെന്നുള്ള എന്താ തെളിവെന്നുള്ളത്. തീയത്തിയാണ് എന്നുള്ളതിന്റെ തെളിവ് ഒറ്റയൊന്നേ ഉള്ളൂ. എനിക്ക് രാമായണം വായിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം മതി, അവിടെ വെച്ച് നിൽക്കും. പിന്നെ തമ്പുരാൻ താമസിച്ച സ്ഥലവും യാത്ര ചെയ്ത സ്ഥലവും അത് തലമുറകൾ പറഞ്ഞു കേട്ടതാണ്. അയാള് അരോണിയിലേക്കുള്ള കൊന്തളങ്ങളിലേക്ക് ചെറുതമ്പലത്തിൽ നിന്ന് മുറിയെ നടന്നിരുന്ന വഴി, ആ വഴിയാണ് അവിടെ തീയക്കുഴികൾ. എല്ലാത്തിനും ഓരോ ചരിത്ര പശ്ചാത്തലം ഉണ്ട്. എല്ലാത്തിനും ഈ മാപ്പിളത്തെയും മുക്രിത്തെയും ഉമ്മച്ചിത്തെയും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു സങ്കല്പം എങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണ പെരുവണ്ണ? അത് മതമൈത്രിന്റെ ഭാഗമായിട്ട് അത് സംഭവിക്കാം. അപ്പോൾ ഒരു പ്രദേശത്തിലെ ഈ ദൈവം കെട്ടിയാടുമ്പോൾ ഈ ഉപദേവങ്ങളായിട്ട് ചില ദൈവങ്ങളെ കെട്ടിയാടിക്കുന്നുണ്ട് അല്ലെ പക്ഷേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പള്ളിയോടിലെ ബന്ധുവും ആ പ്രദേശത്തിന്റെ ഒരു മതമൈത്രിന്റെ അടിസ്ഥാനത്തിലെ ബന്ധുവും അടിസ്ഥാനത്തിൽ ഈ തെയ്യം കെട്ടിയിട്ട് ആ പള്ളിയിലേക്ക് പോകും അല്ലെ പക്ഷേ. അങ്ങനെയാണോ? ഞാനത് ഒന്ന് വ്യക്തമാക്കാം. അദ്ദേഹം പറഞ്ഞതിന്റെ മതമൈത്രി എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തോട്, അതായത് ഇപ്പൊ ഇതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ കുറെ കാലമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പല കാരണങ്ങളാൽ മരിച്ചു പോകുന്നു, സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് നിങ്ങളോടുള്ള ആ അടുപ്പം, നിങ്ങളെ വീണ്ടും വീണ്ടും നമുക്ക് കാണണം, ഇതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ. അപ്പൊ നിങ്ങളെ നമ്മൾ അതിനെ ദൈവത്തരുവോ എന്നാണ് പറയാ. അങ്ങനെ ഈ തറവാടുമായിട്ട് അല്ലെങ്കിൽ ഈ നിങ്ങൾ പറയുന്ന മുക്രി തെയ്യായാലും ഉമ്മച്ചി തെയ്യായാലും ഈ ഏത് വിഭാഗത്തിലെ തറവാടുമായിട്ടാണോ അവർ ബന്ധപ്പെട്ടത്, ആ ബന്ധപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ആചാരപ്രകാരം സ്വാഭാവിക. ഇപ്പൊ നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മരിച്ചവരെല്ലാം തെയ്യം. നമ്മുടെ ഇപ്പൊ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ, ബാലകൃഷ്ണ പെരുവണ്ണ കൂടുതൽ ഞാൻ അദ്ദേഹത്തിന് ഒന്നും കൂടി ശ്രദ്ധയായിരിക്കുന്നത്, അവരുടെ ഇതില് ഇവിടെ തറവാട്ടില്, അതായത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലല്ല, ഇതുവരെ ഉണ്ടായ മടയന്മാരെ മുഴുവനും തെയ്യ സങ്കല്പത്തില്, ഗുരുകാരണവ സങ്കല്പത്തില് തെയ്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ ഒരു സംസ്കാരം അത് പിന്നെ ഭാരത സംസ്കാരത്തിലെ കല ദൈവികമായിട്ട് കാണുന്ന ഭാരതീയ ആചാരത്തിന്റെ ഒരു കണ്ണി തന്നെയാണ്. ഇതിലൊക്കെ അടിസ്ഥാനം എന്താണെന്ന് പറയുന്നത്, തെയ്യത്തിലെ അതിപ്രധാനമായ സ്ഥാനം മുദ്രയാണ്. നാട്യം നമ്മൾ പറയുന്നു നാട്യശാസ്ത്രം, ഭരതമുനി നാട്യശാസ്ത്രം രചിച്ചത് ഈ മണ്ണിലെ നാട്യങ്ങൾ ഇതാക്കിക്കൊണ്ടാണ്. അപ്പോ കീഴാള വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ മണ്ണിന്റെ മക്കളുടെ നാട്യശാസ്ത്രമാണ് തെയ്യം എന്നാണ് ഞാൻ ആ തെയ്യത്തിന്റെ ഒരു പ്രത്യേക സാംസ്കാരിക ഭൂമികയിൽ ഭാരതത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രവണത ഭാരതീയത ഉപനിഷത്തിൽ മാത്രമല്ല, നമ്മളെ എല്ലാ ഉപനിഷത്തിലും ഉപനിഷത്ത് സംസ്കാരത്തിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെയ്യം ഈ ആത്യന്തികമായി ഈ മണ്ണിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും, ഈ മണ്ണിൽ നിന്നാണ് എല്ലാ വിപ്ലവങ്ങളും. നവാസെ, വടക്കേ മലബാറില് തെയ്യപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു ചടങ്ങ്. തെയ്യപ്പെടുത്തുക മിക്കവാറും തീയ കുടുംബങ്ങളിൽ മുഴുവൻ
ഒരു കാരണൂർ തെയ്യം അർദ്ധരാത്രിയിൽ കെട്ടിയാണ്. തീയം മൂത്താൽ തെയ്യുന്ന ഒരു പഴഞ്ചൊല്ല് മാഷ അല്ല, കേട്ടിട്ടുണ്ട്. അതില് സബ് കമ്മ്യൂണിറ്റിന്റെ പ്രശ്നം, കാരണം തീയന്റെ സബ് കമ്മ്യൂണിറ്റിയാണ് കാറ്റഗറൈസേഷൻ വളരെ കൃത്യമായിട്ട് ചന്ദേര മാഷ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദേര മാഷിൽ അതിന് മുന്നേയുള്ള സ്റ്റഡീസിലും ഇഷ്ടംപോലെ സാധനമുണ്ട്. ചന്ദേര മാഷ് അത് ഫീൽഡ് അത് മാത്രമല്ല ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. തെയ്യപ്പെടുത്തുക എന്നുള്ളതാണ്. തച്ചോളി ഉദയനൻ തെയ്യപ്പെട്ട ഒരാളാണ്. അപ്പോൾ ചാപ്പാറപ്പടവിൽ മണിയാണി തെയ്യം തെയ്യപ്പെട്ട ഒരാളാണ്. കുമ്പളയിൽ ആലിച്ചാമണ്ടി തെയ്യപ്പെട്ട ആളാണ്. ഈ ആലിച്ചാമണ്ടി, ആലി എന്ന് പറയുന്ന ഒരു മുസ്ലിം സൂഫി വര്യനായിരുന്നു. പക്ഷേ അവിടെ ആ തെയ്യം നടക്കുന്ന തറവാടുമായിട്ടും അവിടുത്തെ ഭഗവതിമാരുമായിട്ടും ഇദ്ദേഹം സംവാദങ്ങൾ നടത്തിയിരുന്നെന്നും പലപ്പോഴും സംവാദങ്ങളിൽ ഭഗവതി തൂക്കുകയും ആലി ജയിക്കുകയൊക്കെ ചെയ്തിരുന്നുള്ള മിത്ത്, ലോക്കൽ മിത്തുകളുണ്ടാവും. 80% തെയ്യത്തിൻ്റെ മിത്തുകൾ ലോക്കൽ മിത്തുകളാണ്. അതിനെ കൊണ്ടുപോയി കെട്ടും എവിടെയെങ്കിലും, ഒന്നുകിൽ പരമശിവന്റെ അടുത്ത് അല്ലെങ്കിൽ പാർവതിയുടെ അടുത്ത്. ഈ രണ്ട് ശക്തി മാത്രമേ തെയ്യങ്ങൾക്ക് അറിഞ്ഞുള്ളൂ. എപ്പോഴാണോ വൈഷ്ണവ മതങ്ങൾ വന്നത് അതിനുശേഷമാണ് രാമൻ ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. അതൊരു പക്ഷെ പീഠവഴക്കത്തിന് ശേഷമാണ് ഈ കെട്ടൽ വന്നത്. എന്താ കാരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറയുക, ശക്തി പ്രതിഷ്ഠ, വൈഷ്ണവ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് തരം തിരിക്കുക. ഇവർക്ക് എവിടെയെങ്കിലും കൊണ്ട് കെട്ടണമെങ്കിൽ ഈ ഒരു സജീവ കാണുന്ന കാര്യം, പൊലേനെ കൊണ്ട് ഒരിക്കൽ പോലും പൊട്ടൻ കെട്ടിക്കാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? അടുത്ത് നിൽക്കുന്ന ആരാ? എൻ്റെ ഭാര്യ പറ്റാൽ കുട്ടി എടുക്കുന്നത് മലയാണ്. അപ്പോൾ എളുപ്പം ആരാണ്? മലയാണ്. ഇത് വെച്ച് ഈ യുക്തി മാത്രം മതി, അതിനപ്പുറം വേറെ ഒരു പരാതി. ആ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് അതേപടി ആ കോൺസ്റ്റിറ്റ്യൂഷൻ പോയിട്ടില്ല. ഇപ്പോൾ അത് പൊളിച്ചെഴുതാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരു പോസിബിലിറ്റി ഇല്ല. അതിന് കാരണം കഴിഞ്ഞ അടുത്ത നാളുകളിൽ നടക്കുന്ന വലിയ വലിയ മനകളിൽ നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ തെയ്യം നടക്കുന്നുണ്ട്. തെയ്യത്തിന്റെ സ്ഥലം എവിടെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. അവിടെ നടക്കുന്ന പൊറാട്ടുകൾ മാത്രം നോക്കിയാൽ ഇവർക്കുള്ള ഡിസ്കോസസിനുള്ള സമയമാണ്. ഇവരുടെ സമുദായത്തിൽ അച്ഛൻ തെയ്യം എന്ന് പറഞ്ഞിട്ട് തെയ്യമുണ്ട്. നായനാറും കൈക്കോളുന്ന ഈ കൈക്കോളിൽ എന്ത് തെറിയും പറയും. ആ തെറി പറയുന്നത് മുഴുവൻ തമ്പുരാനെയും മറ്റുള്ളവരെയും കുറിച്ചാണ്. ഫ്രീഡം. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം അന്നത്തെ കാലത്ത് അനുവദിച്ചു എന്നുള്ളത് നമ്മൾ സ്വാതന്ത്ര്യം അനുവദിച്ചാലും അല്ല, അത് നമ്മൾ എടുത്തു കാണിക്കണം. അത് അനുവദിച്ചതാണോ നേടിയെടുത്തതാണോ? അല്ലല്ല, അനുവദിച്ചു തന്നെയാണ്. കാരണം ഞാനും വിമർശിക്കപ്പെടേണ്ടവനാണ് എന്ന് ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണണം. സഞ്ജീവ് പറഞ്ഞാൽ ഒരു പ്രശ്നം കൂടി എനിക്കുണ്ട്. കാരണം ഏഴിമലയിലെ നന്ദ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സത്യത്തിൽ ചെറുക്കൽ കോവിലകത്തിന്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. അത് തീർച്ചയായും പരശുരാമനാണ് അദ്ദേഹത്തെ രാജാവാക്കിയതെന്നും ആ സമയത്ത് ആരാധനാമൂർത്തിയായിട്ട് വെച്ചിരുന്നത് മാടായിക്കാവിൽ അമ്മയാണ്. മാടായിക്കാവിൽ അമ്മയുടെ കെട്ടിക്കോലം വേണം എന്ന് തമ്പുരാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവിടെ. അല്ല, അത് ഈ പീഠവഴക്കത്തിന് ശേഷമാണ് ഞാൻ അതിന് കോട്ടുങ്കര ഭഗവതിയായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി. തോട്ടുങ്കര ഭഗവതിയും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. കാരണം തോട്ടുങ്കര ഭഗവതി ചെറക്കുറ്റി പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു പച്ച തീയത്തിയാണ്. അതിന്റെ ആരാധന അതുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ടല്ലോ, മാഷ് തന്നെ പറഞ്ഞല്ലോ. ആ കഥ, അതായത് ഞാൻ കഥയാണ് ഇത്, തെളിവൊന്നുമില്ല. അതെ, പക്ഷെ നമുക്കിങ്ങനെ പച്ച തീയത്തിനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റൂല. അല്ല, ഇത് പറയണം. അല്ല, അത് ഞാൻ അല്ലല്ല, തെയ്യം ഒരിക്കലും ജാതി പറയുന്നില്ല. തെയ്യം ഒരിക്കലും ജാതി പറയുന്നില്ല. പറഞ്ഞുകൊണ്ടേ അത് പോകുന്നത്. അല്ല, തെയ്യം ജാതി പറയില്ല. തെയ്യം അരങ്ങത്ത് വെച്ച് ഒരിക്കലും അരങ്ങത്ത് വെച്ച് ഒരിക്കലും ജാതി പറയുന്നില്ല. പക്ഷേ ജാതി സമ്പ്രദായം ജാത്യതീത സംസ്കാരമാണ് കൊണ്ടുപോകുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വ്യക്തി ഇതാണ്. ചെറുക്കൽ തമ്പുരാൻ വരുന്ന സമയത്ത് അതിമനോഹരമായ രാമായണ വാർത്ത കേൾക്കാൻ. അപ്പൊ ഉടനെ പല്ലൊക്കെ നിർത്തുന്നു, അമാലന്മാരോട് ചോദിക്കുന്നു, ഇവിടെ ആരും ഉന്നത ജാതിക്കാരില്ലല്ലോ, പിന്നെ എവിടുന്നാണ് കേൾക്കുന്നത്? അപ്പോൾ അമാലന്മാർ തേടി പോകുമ്പോ ഒരു തീയക്കുടിലില് സ്വന്തം കുട്ടിയുടെ ജഡം, 8ാമത്തെ പ്രസവത്തിൽ മരിക്കുന്ന കുട്ടിയാണ്. അവിടെ വെച്ചിട്ട് ഈ കുട്ടി ഇവര് രാമായണം വായിക്കാൻ. അപ്പോ തമ്പുരാൻ ഇവരോട് ആവശ്യപ്പെടുന്നത് നാളെ രാവിലെ ചെറുക്കൽ കോവിലത്തേക്ക് വരിക എന്നാണ്. അവര് വെറുതെ പോകില്ലല്ലോ, അവർക്കറിയാം ചെറുക്കൽ കോവിലത്തേക്ക് പോകുന്നത് പിഴപ്പിക്കാനാണ്, ചോദ്യം ചെയ്യാനാണ്. അവര് പോകുമ്പോ നേരെ കണ്ണൂരും കൊശവനോട് പറഞ്ഞിട്ട് പുതു മൺകുടുക്ക വാങ്ങിക്കാം, അതിനകത്ത് ഒരു പിടി നെല്ലിടുക, അതിന് വാഴത്തും പിന്നെ ഇല കൊണ്ട് മാറോട്ട് അടക്കി പിടിച്ചിട്ടാണ് അവർ കടവ് കടന്നു പോകുന്നത്. അവിടെ എത്തി തമ്പുരാനെ കാണുന്നു. നീ ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ തീയല്ലേ എന്നുള്ളതാണ്. ആണ്, എനിക്ക് രാമായണം വായിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ രാമായണം വായിച്ചത് എനിക്ക് ദുഃഖമുള്ളതുകൊണ്ടാണ്. എൻ്റെ 8ാമത്തെ കുട്ടിയാണ് മരിച്ചുപോയത്, പുത്രദുഃഖത്തെക്കാൾ വലിയ ദുഃഖമില്ല എന്ന് പറയുമ്പോൾ തമ്പുരാൻ നിന്ദിക്കുകയാണ്. എനിക്ക് ഇത്ര വലിയ ദുഃഖമുണ്ടോ, ഞാൻ ദുഃഖം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ മാറോട് അടക്കി പിടിച്ചിരുന്ന ആ കുടമാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ നെല്ല് മുഴുവൻ മലരായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര വലിയൊരാളെ ഇവിടെ വെച്ച് നിർത്തിയാൽ ചെറുക്കൽ കോവിൽ മുടിഞ്ഞു പോകും എന്ന് സ്വമേധയാ പറയുകയും അവരുടെ തലയിൽ തീ കൊടുത്ത് വിടുകയും ചെയ്യുന്നു.
ചുങ്കത്തിനടുത്തുള്ള കാക്കത്തോടിൽ വീണ് തീയണഞ്ഞുവെന്നും അന്ന് സന്ധ്യക്ക് മുല്ലപ്പള്ളി കോക്കുന്നത്ത് തറവാട്ടിലെ അവിടെ നോക്കിയാൽ കാണാം. ആ ആക്സസ് ഒക്കെ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാം. വീടുകളൊക്കെ ഒന്ന് വിട്ട് നിങ്ങളൊരു സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ സന്ധ്യക്ക് അടിമുടി അവിടെ വരുന്ന മുച്ചിലോട്ട് അല്ല അത് വേറെ ഭഗവതി. ഈ നേരെ പോയി മുച്ചിലോട്ട്, പിന്നെ ഈ മുല്ലപ്പള്ളി കോക്കുന്നത്ത് തറവാട്ടിൽ സന്ധ്യക്ക് വിളക്കെത്തിക്കുമ്പോൾ ഒരു നഗ്നയായ സ്ത്രീ കടന്നു വരുന്നു. പെണ്ണുങ്ങളും നമ്പ്യാർ വീടുകളിലൊക്കെ രണ്ടാം മുണ്ടിടും. ആ മുണ്ട് വലിച്ചെറിയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരെ കാണുന്നില്ല. പിന്നീട് പ്രശ്നം വെക്കുന്നു, തമ്പുരാന് ഭ്രാന്ത് വരുന്നു, തീ പിടിക്കുന്നു. അതൊക്കെ ചിലപ്പോൾ ഫാബ്രിക്കേറ്റഡ് കഥകളായിരുന്നു. ആ മിത്തിന്റെ മേലെയാണ് തൊട്ടങ്കര ഭഗവതിയെ കെട്ടിയാടാൻ തീരുമാനിക്കുകയും മുല്ലപ്പള്ളി കോക്കുന്നത്ത് തറവാട്ടുകാർക്ക് പിന്നെ സ്ഥലം വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ കയ്യിലൊക്കെ ഇപ്പോഴും പ്രോസസ് ചെയ്യുന്നു. അവരുടെ ആരുടെ ദേവത അതാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ ബാലകൃഷ്ണ പുലിവനൻ, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്ത് ഇതൊക്കെ കഥകളാകാം എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിനോടുള്ള താങ്കളുടെ അഭിപ്രായം? അല്ല, ഇതിലും ഐതിഹ്യ കഥകളല്ലേ, ചരിത്രപരമായിട്ട് സാഹചര്യവും ആ പാശ്ചാത്യവും നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐതിഹ്യ കഥ. ഒരു ചോദ്യം കൂടി, ഈ തെയ്യക്കാവുകളിലൊക്കെ വിഗ്രഹ പ്രതിഷ്ഠകൾ വരുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ്, അത് എവിടത്തേക്ക് എത്തിക്കും? ഇപ്പൊ ഈ തെയ്യത്തിനെ സംബന്ധിച്ചിട്ട് വിഗ്രഹ ആരാധനയോട് ആയിട്ട് ബന്ധമില്ല. തെയ്യത്തിന് വിഗ്രഹാരാധന ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തെയ്യം കിട്ടുമ്പോൾ ഏത് തെയ്യത്തിനാണോ നമ്മൾ തെയ്യം കിട്ടുന്നത്, ആദ്യം അതിൻ്റെ പിന്നെ ഈ തുടങ്ങി തോറ്റമുണ്ടോ, ആ തോറ്റത്തിലൂടെ തെയ്യത്തിനെ വരവിളിച്ചിട്ട് അവിടത്തേക്ക് കൊണ്ടുവരില്ല. ഏറ്റവും നല്ല ഉദാഹരണം മുത്തപ്പന്റെ കാര്യത്തിലാണ്. മുത്തപ്പന മലക്കീക്കലും മലക്കേറ്റലുമാണ്. മുത്തപ്പന് പ്രതീക്ഷയില്ല. പറശ്ശിനിക്കടവിലായാലും എവിടെയായാലും മുത്തപ്പന് പ്രതീക്ഷയില്ല. അപ്പൊ മുത്തപ്പൻ കെട്ടുന്ന ആള് ചുവന്ന പട്ടു വസ്ത്രം കൊടുത്തിട്ട് മന്ത്രോച്ചാരണത്തിൽ കൊടുത്തിട്ട് മുത്തപ്പനെ മലക്കിച്ചിട്ട് അവിടത്തേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ മുത്തപ്പൻ കെട്ടി ആടിയതിനു ശേഷം പിന്നെ മുത്തപ്പൻ മലക്കേറ്റണം. എവിടെ നിന്നാണോ മുത്തപ്പന ഇവിടത്തേക്ക് വരവിളിച്ച് കൊടുത്തത് അതുപോലെ തന്നെ മലക്കേറ്റും കൂടും. അപ്പൊ സായായിട്ട് ഒരു പ്രതിഷ്ഠക്ക് അവിടെ സ്ഥാനം. അപ്പൊ ആ പ്രതിഷ്ഠകൾ എങ്ങനെയാണ് ശ്രീ ഇതില് സഞ്ജീവൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. എപ്പോഴാണ് വൈദിക മതം പ്രാദേശിക മതവുമായി ഇടഞ്ഞു നിൽക്കുന്നതല്ല ഇടഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഡൊമിനേഷൻ വേണം. ആ ഡൊമിനേഷന്റെ സംഭവം എന്ന് പറയുന്നത് ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭരണകൂടം ജാതിയിൽ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്നു. സ്വാഭാവികമായി എന്തു ചെയ്യാം, വലിയ പ്രദേശം നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരശുരാമൻ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇവിടെ മുഴുവൻ പാമ്പുകളായിട്ട് ഈ കക്ഷികളൊക്കെ മടങ്ങിപ്പോകാൻ വേണ്ടി തീരുമാനിച്ചാണ്. ആ സമയത്താണ് പറഞ്ഞത് പാമ്പിന് പ്രത്യേക സ്ഥലം ഉണ്ടാക്കി തരാം, നാഗങ്ങളല്ല അവിടെ പോയി താമസിച്ചോളുമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അടുത്ത നാളുകളിൽ എപ്പോഴെങ്കിലും നവാസ് പഴയ പിന്നെ പിലാത്രയിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാമപുരം പാലം എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിൻ്റെ ഇടതുവശത്ത് ഏക്കർ കണക്കിന് പിന്നെ മരങ്ങളുണ്ടായിരുന്ന നാഗം ആയിരുന്നു എന്നുള്ളതാണ്. അതിപ്പോഴെന്തായി ചുരുങ്ങിയിട്ടുണ്ട്. നാഗം ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങി. അപ്പോൾ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സമുദായങ്ങൾ വളരുകയും അവരൊക്കെ എസ്പെഷ്യലി 70-കൾക്ക് ശേഷമാണ് പുനരുത്ഥാനവാദം ഉണ്ടാവുന്നത്. അത് കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാവും. പടിക്ക് പുറത്തു നിന്നിരുന്ന പൊലയൻ എങ്ങനെയാണ് സോപാനത്തിലേക്ക് കയറുന്നത്? കാരണം അവൻ കോമൺ കമ്മിറ്റിയിലേക്ക് വരിക. ഇപ്പോഴും പല കാവുകളിൽ നിന്നും എഴുന്നള്ളിച്ചു പോകുമ്പോൾ പൂരക്കാലത്ത് പുലയന്മാരുടെ വീടുകളിൽ പോകാറില്ല. ഇതൊക്കെ കണ്ണൂരിൽ നടക്കുന്നതാണ്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും ഫോക്ലോറിസ്റ്റ് എന്നുള്ള രീതിയിലും അക്കാഡമിക് സെക്രട്ടറി എന്നുള്ള നിലയിലല്ല. അല്ലാതെ തന്നെ ഞാനിതൊക്കെ അഭിസംബോധന ചെയ്യേണ്ട ഒരാളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി ജാതി ശ്രേണി വരികയും നമുക്ക് കുറച്ചുകൂടി വലിയ ദേവതയായാലും എന്താ, അങ്ങനെയാണ് കാവുകൾ മുഴുവൻ മാറുകയും ക്ഷേത്രം എന്ന് വരികയും അവിടെ അഷ്ടബന്ധം ഉറപ്പിച്ചിട്ടാണ്. ഞാൻ വിളിക്കുന്ന ഭഗവതിക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞു. എനിക്ക് അഷ്ടബന്ധമുള്ള സ്ഥലം വേറെ ഉണ്ട്. നേരത്തെ സഞ്ജീവൻ പറഞ്ഞല്ലോ, ക്ഷാത്ര സ്വഭാവമുള്ള സ്ഥലമുണ്ട്. എനിക്ക് ഓരോ നാട് നിങ്ങൾ നോക്കിയാണ് ആ നാട്ടിൽ 1-2 അമ്പലമുണ്ടാവും, 10-20 കാവുകളുണ്ടാവും, 40-50 നാഗങ്ങളുണ്ടാവും. അതായിരുന്നു വടക്കേ മലബാറിലെ മിക്കവാറും എല്ലാ തൊടികളും. അത് മാറിയിട്ട് ഇപ്പോൾ എൻ്റെ കാവൽ എൻ്റെ ഒരു ക്ഷേത്രം തന്നെയാണ്. അവിടെ വലിയ തന്ത്രി തന്നെ വരണം. തന്ത്രിമാർക്കെതിരായിട്ടല്ല പറയുന്നത്. ആ തന്ത്രവും ഇവരുടെ തന്ത്രവും തമ്മിൽ ഒരു രീതിയിലും മോരും മുതിരയും തമ്മിലുള്ള അന്തരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ചോദ്യം കൂടി, തീർന്നു, നമ്മുടെ സമയം തീർന്നു. ഈ തെയ്യത്തിന്റെ ഒരു കാലക്രമം എങ്ങനെയാണ്, സമയക്രമം എങ്ങനെയാണ്?
ഇപ്പം നമ്മളെപ്പോഴും നവംബർ ഡിസംബർ കാലഘട്ടത്തിലൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ അല്ല, മലബാറിൽ തുലാവും 10 മുതൽ ഇടവത്തിൽ പകുതി വരെ. പകുതി വരെ. അതാണ് യെസ്. പക്ഷെ അതിന് മുന്നേ ഉണ്ട് കർക്കിടകത്തിൽ തെയ്യം നടക്കുന്നത്. അത് സത്യത്തിൽ ശരത്തിൽ കോവിലകത്തിന്റെ പിന്നെ തട്ടകത്തിലല്ല. തട്ടകത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാണ് ഈ ത്രാപത്തോ അല്ലെങ്കിൽ അവസാനം പറശ്ശിക്കടവ് ഉണ്ട് 365 ദിവസവും. ഈ പ്രതിഷ്ഠയുടെ ഒരു സാധനം ഒന്ന് ഇതാക്കിയിട്ടുണ്ട് തന്നെ ഇതാക്കിയിട്ട് പോകാം. അത് തെയ്യം ഇപ്പൊ നടക്കുന്നത് എന്നുള്ളത് നമ്മളൊരു ചോദ്യമാക്കണ്ടല്ലോ. അപ്പൊ പ്രതിഷ്ഠ ഒന്ന് ഞാൻ അല്ല, ഇപ്പൊ അതിനിടയിൽ പറഞ്ഞാൽ നമ്മളെ നീലേറ് കോട്ടത്തെ അത് മണത്തടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, പാളഘട്ട തന്ത്രി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവര് 16 ദിവസം അവിടെ തെയ്യം കെട്ടില്ല. കർക്കിടക സംക്രമം മുതൽ കർക്കിടക 16-ാം തീയതി വരെ തെയ്യം ഉണ്ടാവില്ല. കാരണം അമ്മ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്നാണ് വിശ്വാസം. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം 2024. ഈ സമയത്തും അത് അതേപടി തന്നെ ഒബ്സർവ് ചെയ്ത് പോകുന്നു, നടക്കുന്നു എന്നുള്ളതാണ്. അത് അംഗീകരിക്കും. അതൊരു കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് നീലിയാർകോട്ടം. അല്ലെ, നമ്മുടെ സമയം തീരുകയാണ്. ഇത് ചർച്ച ചെയ്തു പോയാൽ ഒരു എപ്പിസോഡും 2 എപ്പിസോഡും കൊണ്ടൊന്നും തീരില്ല. അത്ര രസകരമാണ്. രസകരം മാത്രമല്ല, ഇതിനകത്ത് ഒരു മതസൗഹാർദ്ദം. ഇപ്പം നീലിയാർകോട്ടം വ്യക്തിപരമായി ഞാൻ പോയൊരു സ്ഥലമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവിടെ ഞാൻ പോയതാണ്. ഞാനും എൻ്റെ ഭാര്യയും മക്കളും അടക്കമാണ് അവിടെ പോയത്. വെറുതെ ഒന്ന് പോയി കാണാം. അപ്പോൾ അന്ന് ആ തെയ്യം വരുന്ന വലിയ നീളത്തിലുള്ള മുടിയുമായിട്ട് വരുന്ന ഞാനും എൻ്റെ കുടുംബവും അത് കണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര ജനകീയ മതേതര സ്വഭാവമുള്ള, തിരക്ക് പോകുന്നിടത്തും തെയ്യം കാണുന്നിടത്തും ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷനും ഇതുവരെ നമ്മൾ കാണാറില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് ഏത് മനുഷ്യർക്കും ചെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തിൽ നേർരേഖ തെയ്യത്തെക്കുറിച്ച് ചർച്ച വെച്ചത്. അല്ലെങ്കിൽ ഇത്ര ധൈര്യം കിട്ടില്ല ഇന്നത്തെ കാലത്ത്. മതം അത്രയേറെ മനുഷ്യരിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ തെയ്യങ്ങൾക്ക് ഒരു ജനകീയ സ്വഭാവമുണ്ട്, ഒരു മതേതര മുഖമുണ്ട്, എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിക്കുന്ന ഒരു മനസ്സുണ്ട്. പല മതങ്ങളും അവരിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഇന്നത്തെ കാലത്ത് എല്ലാവരിലേക്കും ചെല്ലാനുള്ള ഒരു മനസ്സുള്ള തെയ്യത്തെക്കുറിച്ചാണ് നേർരേഖ ചർച്ച ചെയ്തത്. പ്രേക്ഷകർ ഇത് നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുക. ഒരു സിനിമ കാണുന്ന രസത്തോടെയാണ് ഓരോ കഥകളും വന്നത്. ഓരോ തെയ്യങ്ങൾക്കും പ്രാദേശികമായൊരു ചരിത്രമുണ്ട്. കേട്ടില്ലേ നീലിയാർകോട്ടത്തെ ദേവിയെക്കുറിച്ച് പറഞ്ഞത്, വീട്ടിലേക്ക് മടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭംഗിയുള്ള സങ്കല്പങ്ങളാണ് ഓരോന്നും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു വടക്കേ മലബാറിൻ്റെ സ്വന്തമാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. അതിന് അതിൻ്റേതായ പവിത്രതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, 4 ചുവരുകൾക്കുള്ളിലേക്ക് ഒതുക്കരുത്. ഈ നിലയിൽ തന്നെ മനുഷ്യർക്ക് ആസ്വദിക്കാനും സങ്കടങ്ങൾ പറയാനും പരിഭവങ്ങൾ പറയാനും സാധിക്കണം. മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായിട്ട് നിലനിൽക്കുകയും വേണം. നേർരേഖയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.